ഹായ് എവരിവൺ. എൻ്റെ പേര് ദേവനന്ദ PV. ഞാൻ എയിംസ് നാഗ്പൂരിൽ തേർഡ് ഇയർ MBBS സ്റ്റുഡൻ്റ് ആണ്. അപ്പൊ നമ്മൾ ഈ കെമിക്കൽ കോർഡിനേഷൻ ആൻഡ് ഇന്റഗ്രേഷൻ എന്ന ചാപ്റ്റർ ആണ് പഠിച്ചുകൊണ്ടിരുന്നത് ഇന്നലെ തൊട്ട്. അപ്പൊ നമ്മൾ ഇന്നലെ ബേസിക് ആയിട്ട് ടൈപ്പ് ഓഫ് ഗ്ലാൻസ് പറഞ്ഞു, പിന്നെ ഹോർമോൺസ് എന്താന്ന് പറഞ്ഞു, ഹ്യൂമൻ എൻഡോക്രൈൻ സിസ്റ്റം പറഞ്ഞു, അതിലത്തെ പല ഓർഗൻസ് നമ്മൾ പഠിച്ചു. ഗ്ലാൻസ് ആയ ഹൈപ്പോതലാമസ്, പീനിയൽ, പിറ്റ്യൂട്ടറി, തൈറോയിഡ്, പാരാതൈറോയിഡ്, തൈമസ്. ഇതുവരെയാണ് നമ്മൾ ഇന്നലെ നോക്കിയത്. അത് നിങ്ങൾ റിവൈസ് ചെയ്തോളണം. ഇന്നപ്പൊ നമുക്ക് അടുത്ത പെയർ ഓഫ് ഗ്ലാൻസ് പഠിക്കാം. ഇനി നമ്മൾ കിഡ്നിയുടെ മുകളില് ഒരു സുപ്രാറീനൽ ഗ്ലാൻഡ്, സുപ്രാറീനൽ എന്ന് പറയുന്നത് എന്താ, കിഡ്നിയുടെ മുകളിലായതുകൊണ്ട് സുപ്രാറീനൽ അല്ലെങ്കിൽ അഡ്രീനൽ ഗ്ലാൻഡ്, അതാണ് നമ്മളുടെ അഡ്രീനൽ ഗ്ലാൻഡ്. ഇതിൽ രണ്ട് ടൈപ്പ് ടിഷ്യൂ ഉണ്ട്. ഈ ഇതിൽ കണ്ടോ, നടുവിലായ അഡ്രീനൽ മെഡുല്ലയും പുറത്ത് അഡ്രീനൽ കോർട്ടെക്സും. അപ്പൊ ഈ ഗ്ലാൻഡ് എന്താ, കിഡ്നിയുടെ മുകളിലാണ് ഇത് ഇവരുടെ സിറ്റുവേഷൻ. അപ്പൊ അവരുടെ സെൻട്രലി ലൊക്കേറ്റഡ് ടിഷ്യൂനെയാണ് നമ്മൾ അഡ്രീനൽ മെഡുല്ല എന്ന് പറയാ, പുറത്തുള്ളതിന് അഡ്രീനൽ കോർട്ടെക്സ് എന്നും. ഇനി ഈ അഡ്രീനൽ കോർട്ടെക്സ് ഇനി കുറച്ച് ഹോർമോൺസ് അവർ സെക്രീറ്റ് ചെയ്തില്ലെങ്കിൽ, അങ്ങനെ സെക്രീറ്റ് അണ്ടർ പ്രൊഡക്ഷൻ ആയ അത് ഈ അക്യൂട്ട് വീക്ക്നെസ്സും ഫെറ്റീഗബിലിറ്റി ഉണ്ടാക്കും. അതിനെയാണ് നമ്മൾ എഡിസൺസ് ഡിസീസ് എന്ന് പറയുന്നത്. എഡിസൺസ് ഡിസീസ് ഇപ്പൊ പഠിക്കുന്ന ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ നീറ്റ് ഒക്കെ എഴുതി MBBS കിട്ടുമ്പോൾ മെഡിസിൻ എന്ന സബ്ജക്റ്റിൽ നിങ്ങൾ അത് പഠിക്കും. അപ്പോ അഡ്രീനൽ കോർട്ടെക്സ് അവിടെ നിൽക്കട്ടെ, നമ്മൾ അഡ്രീനൽ മെഡുല്ല, ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു അഡ്രീനൽ മെഡുല്ല രണ്ട് ഹോർമോൺസ് സെക്രീറ്റ് ചെയ്യും. അതായത് അഡ്രിനാലിൻ അല്ലെങ്കിൽ എപ്പിനെഫ്രിൻ, പിന്നെ നോർ അഡ്രിനാലിൻ അല്ലെങ്കിൽ നോർ എപ്പിനെഫ്രിൻ. അഡ്രിനാലിനും എപ്പിനെഫ്രിനും ഒന്ന് തന്നെയാണ്. നോർ അഡ്രിനാലിനും നോർ എപ്പിനെഫ്രിനും ഒന്നാണ്. ഇവർ രണ്ടിനും കോമൺ ആയിട്ട് നമ്മൾ കാറ്റക്കോളമൈൻസ് എന്ന് പറയും. കാറ്റക്കോൾ അമൈൻ എന്ന് വെച്ചാൽ ഇത് പ്രോട്ടീൻ പെപ്റ്റൈഡ് ഹോർമോൺ ആണ്. ഇനി ഇവരുടെ ഫങ്ഷൻ എന്താ, ഇവരുടെ ബോഡിക്ക് വല്ല സ്ട്രെസ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും എമർജൻസി സിറ്റുവേഷനിൽ നമ്മള് പിന്നാലെ ഒരു എന്താ പറയാ സിംഹം ഓടുകയെന്ന് വിചാരിക്കാം. പെട്ടെന്ന് ഒരു സിംഹം ചാടി വന്നു, നമ്മൾ എന്ത് ചെയ്യും, ഓടും. ആ റിഫ്ലെക്സ് എങ്ങനെയാ വരുന്നത്, അത് ഈ അഡ്രിനാലിൻ എന്ന് പറഞ്ഞ ഹോർമോൺ കാരണമാണ്. നമ്മളൊന്നും നോക്കാണ്ട് ഓടും എന്ന് വെച്ചാൽ, ഓടാൻ മടിയുള്ളവരാണെങ്കിലും ജീവൻ പേടിച്ചിട്ട് അവർ ഓടും. അപ്പൊ അതിനാണ് ഇതിന് എമർജൻസി അല്ലെങ്കിൽ ഹോർമോൺസ് ഫൈറ്റ് ഓർ ഫ്ലൈറ്റ്. ഒന്നെങ്കിൽ നമുക്ക് ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് എന്ന് പറയാൻ കാരണം എന്താ, ഒരു സിംഹം വന്നു, ഒന്നില്ലെങ്കിൽ നമുക്ക് ശക്തി ഉണ്ടെങ്കിൽ സിംഹമായിട്ട് നമുക്ക് ഫൈറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഫ്ലൈറ്റ് എന്ന് പറഞ്ഞാൽ അവിടുന്ന് ഓടി രക്ഷപ്പെടുക. അപ്പൊ അതാണ് എമർജൻസി ഹോർമോൺസ് അല്ലെങ്കിൽ ഹോർമോൺസ് ഫൈറ്റ് ഓർ ഫ്ലൈറ്റ്. ഇനി ഈ ഹോർമോൺ എന്താ, അലേർട്ട് ആക്കും, കൂടുതൽ അലേർട്ട് ആക്കും. പിന്നെ പൈലോറക്ഷൻ, എന്തെങ്കിലും നമുക്ക് പെട്ടെന്ന് പേടിയാവണ എന്തെങ്കിലും സാധനം കേൾക്കുകയാണെങ്കിൽ കാണുകയാണെങ്കിൽ നമ്മളെ രോമാഞ്ചൊക്കെ വരുന്ന ശ്രദ്ധിച്ചിട്ടില്ലേ, അതാണ് പൈലോറക്ഷൻ. പിന്നെ നമ്മൾ വേർക്കും, നന്നായി അലേർട്ട്നെസ് കൂടും. പിന്നെ നമ്മൾ പ്യൂപ്പിൾ ഡൈലേറ്റ് ചെയ്യും. പ്യൂപ്പിൾ ഡൈലേറ്റ് ചെയ്യണ എന്താ, അത് എല്ലാം കാണണ്ടായി കൺസ്ട്രക്റ്റ് ആയ നമ്മളുടെ ഐറിസ് എന്താ പറയാ ചെറുതാവും, ഐറിസ് കൺസ്ട്രക്റ്റ് ആവും. അപ്പോഴാണ് നമുക്കൊന്നും കാണാൻ പറ്റില്ല. പ്യൂപ്പിൾ ഡൈലേറ്റ് ആവും, ഈ അലേർട്ട്നെസ് കൂടുകയും ചെയ്യും. മനസ്സിലായല്ലോ? ഓക്കെ. പിന്നെ നമ്മൾ ഓടുന്ന സമയത്ത് നമ്മുടെ ഹാർട്ട് ബീറ്റും കൂടുമില്ലേ, അപ്പൊ ഹാർട്ട് ബീറ്റും കൂടും, ഈ ഹാർട്ട് കൺട്രാക്ട് ചെയ്യുന്ന റേറ്റ് കൂടും, റെസ്പിറേറ്റ് ഓഫ് റെസ്പിറേഷനും എല്ലാം കൂടും. പിന്നെ കാറ്റക്കോളമീൻസ് എന്താ, ഈ നമ്മള് ഗ്ലൈക്കോജൻ സ്റ്റോർ ആയത് ബ്രേക്ക് ഡൗൺ ചെയ്ത് ഈ ഗ്ലൂക്കോസ് റിലീസ് ചെയ്യും ബ്ലഡില്. ഗ്ലൂക്കോസ് ആവശ്യമില്ല, എമർജൻസി സമയത്ത് നമുക്ക് ഗ്ലൂക്കോസ് ആവശ്യമാണ്. അപ്പൊ ആ റിസർവ് എവിടെ നിന്ന് കിട്ടും, ഈ ഓടുന്ന സമയത്ത് നമുക്ക് ഫുഡൊന്നും എന്തായാലും കഴിക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ നമ്മൾ ബോഡിയിൽ സ്റ്റോർ ആയി ഗ്ലൈക്കജൻ അവർ ബ്രേക്ക് ഡൗൺ ചെയ്ത് ഗ്ലൂക്കോസ് ആക്കും. പിന്നെ ഇപ്പൊ ഗ്ലൈക്കജൻ ബോഡിയിൽ ഇല്ലെങ്കിൽ പിന്നെ ഉള്ളത് നമ്മളുടെ ബോഡിയിൽ വേറെ എന്തൊക്കെയുള്ള ലിപ്പിഡ്സും പ്രോട്ടീൻസും, അപ്പൊ അവര് ബ്രേക്ക് ഡൗൺ ചെയ്യും. ഓക്കെ, ഇതാണ് നമ്മുടെ അഡ്രീനൽ മെഡുല്ലയിലത്തെ ഹോർമോൺസ്. ഇനി അഡ്രീനൽ കോർട്ടെക്സ്. അഡ്രീനൽ കോർട്ടെക്സ് എന്ന് വെച്ചാൽ പുറത്ത് ഔട്ടർമോസ്റ്റ് ലെയർ. ഇത് 3 ലെയർ ഉണ്ട് അഡ്രീനൽ കോർട്ടെക്സിൽ തന്നെ. ഏറ്റവും ഉള്ളിലാണ് സോണ റെറ്റിക്കുലാരിസ്, പിന്നെ മിഡിലില് സോണ ഫാസിക്കുലേറ്റ, പിന്നെ ഔട്ടർമോസ്റ്റ് ആണ് സോണ ഗ്ലോമെറുലൂസ. ഓക്കെ. ഇനി അഡ്രീനൽ കോർട്ടെക്സ് എന്താ, പല ഹോർമോൺസും സെക്രീറ്റ് ചെയ്യുക, അതാണ് കോർട്ടിക്കോയിഡ്സ് ആണ് ഒരു കോമൺ ആയിട്ടുള്ള ടേം. അപ്പൊ ഉള്ളില് സോണ റെറ്റിക്കുലാരിസ്, മിഡിലില് സോണ ഫാസിക്കുലേറ്റ, ഔട്ടർമോസ്റ്റ് സോണ ഗ്ലോമെറുലൂസ. ഇനി ഗ്ലൂക്കോകോർട്ടിക്കോയിഡ്സിന്റെ ഫംഗ്ഷൻ എന്താ,
കോർട്ടിക്കോയിഡ്സ് ഈ ചില കാർബോഹൈഡ്രേറ്റ് മെറ്റബോളിസത്തിന് ഇൻവോൾവ് ആയതിനാണ് നമ്മൾ കാർബോഹൈഡ്രേറ്റ്, അതായത് ഗ്ലൂക്കോസ്. അപ്പൊ കോർട്ടിക്കോയിഡിന്റെ മുന്നേ ഗ്ലൂക്കോ കോർട്ടിക്കോയിഡ്, ഗ്ലൂക്കോ എന്നാണ് വേർഡ് ചേർത്ത്, പ്രിഫിക്സ് ചേർത്ത് ഗ്ലൂക്കോ കോർട്ടിക്കോയിഡ്സ്. ഇനി നമ്മളെ ബോഡിയിൽ മെയിൻ ഗ്ലൂക്കോകോർട്ടിക്കോയിഡ് കോർട്ടിസോൾ ആണ്. അതിന്റെ ഡെഫിഷ്യൻസി കാരണമാണ് എഡിസൺസ് ഡിസീസ് ഉണ്ടാവുന്നത്, ഞാൻ പറഞ്ഞിരുന്നല്ലോ. ഇനി ചില കോർട്ടിക്കോയിഡ്സ് ഈ വാട്ടർ ഇലക്ട്രോലൈറ്റ് ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യും. വാട്ടർ ഇലക്ട്രോലൈറ്റ് ഈ മിനറൽസ്, അപ്പൊ അതിനെ നമ്മൾ എന്ത് പറയും? മിനറലോ കോർട്ടിക്കോയിഡ്സ്. അതിന്റെ മെയിൻ എക്സാമ്പിൾ ആണ് ആൽഡോസ്റ്റിറോൺ. അപ്പൊ ഗ്ലൂക്കോകോർട്ടിക്കോയിഡ്സിന് എന്താ ചെയ്യാ? നമ്മൾ കാർബോഹൈഡ്രേറ്റ് മെറ്റബോളിസം. കാർബോഹൈഡ്രേറ്റ് മെറ്റബോളിസം എങ്ങനെ? ഗ്ലൂക്കോനിയോജെനസിസ്. ഗ്ലൂക്കോനിയോജെനസിസ് എന്ന് പറഞ്ഞാൽ ഗ്ലൂക്കോസ് പുതിയതായി ഉണ്ടാക്കും സബ്സ്ട്രേറ്റ് കൊണ്ട്, അതാണ് ഗ്ലൂക്കോനിയോജെനസിസ്. പിന്നെ ലൈപ്പോലൈസിസ്, ലിപ്പിഡിനെ ബ്രേക്ക് ഡൗൺ ചെയ്യും, പ്രോട്ടീനെ ബ്രേക്ക് ഡൗൺ ചെയ്യും, അതാണ് ഗ്ലൂക്കോകോർട്ടിക്കോയിഡ്സ്. പിന്നെ അവര് വേറെ എന്താ, ഈ സെല്ലുലാർ അപ്ടേക്കും യൂട്ടിലൈസേഷൻ ഓഫ് അമിനോ ആസിഡ്സിനെ അവര് എന്താ പറയാ ഇൻഹിബിറ്റ് ചെയ്യും. അപ്പൊ കോർട്ടിസോൾ എന്താ കാർബോഹൈഡ്രേറ്റ് മെറ്റബോളിസം ഉണ്ടെന്നാണ്. അതല്ലാണ്ട് എന്താ ഈ ഗ്ലൂക്കോനിയോജെനസിസ് മെയിൻറ്റെയിൻ ചെയ്യും, ലിപ്പിഡിനെ ബ്രേക്ക് ഡൗൺ ചെയ്യും, പ്രോട്ടീനെ ബ്രേക്ക് ഡൗൺ ചെയ്യും. മനസ്സിലായല്ലോ? ഓക്കെ. ഇനി ഹായ്, എന്റെ പേര് ദേവനന്ദ PV. ഞാൻ എയിംസ് നാഗ്പൂരിൽ 3rd year MBBS സ്റ്റുഡന്റ് ആണ്. ഇന്നപ്പോ നമ്മള് കെമിക്കൽ കൺട്രോൾ ആൻഡ് കോർഡിനേഷൻ എന്ന ചാപ്റ്റർ നോക്കിക്കൊണ്ടിരുന്നിരുന്ന. അപ്പൊ നമ്മൾ വേരിയസ് ടൈപ്പ് ഗ്ലാൻസ്, ഹോർമോൺസ്, പിന്നെ ഹ്യൂമൻ എൻഡോക്രൈൻ സിസ്റ്റം, ഇതെല്ലാം നമ്മൾ നോക്കി. പിന്നെ പല ടൈപ്പ് ഗ്ലാൻസ്, അതായത് ഹൈപ്പോതലാമസ്, പിറ്റ്യൂട്ടറി. ഓക്കെ. ഇനി അപ്പൊ ഇന്ന് നമ്മൾ തുടങ്ങുന്നത് അഡ്രീനൽ ഗ്ലാൻഡ്. അഡ്രീനൽ ഗ്ലാൻഡ് എന്ന് പറയുന്നത് എന്താ? ഈ നമ്മൾ കിഡ്നിയുടെ മുകളിൽ സിറ്റുവേറ്റഡ് ആയിട്ടുള്ള 2 ഗ്ലാൻഡ് ആണ് അഡ്രീനൽ ഗ്ലാൻഡ്. അഡ്രീനൽ എന്ന് പറയുന്നത് സുപ്രാ റീനൽ ഗ്ലാൻഡ്. മനസ്സിലായല്ലോ? ഓക്കെ. ഇനി അഡ്രീനൽ ഗ്ലാൻഡിൽ തന്നെ അതിന്റെ ഡിവിഷൻ 2 ഉണ്ട്. ഒന്ന് ഈ പുറത്ത് കാണുന്ന പോലെ ഔട്ടർ മോസ്റ്റ് എന്താ അഡ്രീനൽ കോർട്ടെക്സ്, പിന്നെ നടുവില് എന്താ ആണ് അഡ്രീനൽ മെഡുല്ല. ഇനി ഈ അഡ്രീനൽ കോർട്ടെക്സ് ഗ്ലൂക്കോകോർട്ടിക്കോയിഡ്സ് എന്ന ഹോർമോൺസ് റിലീസ് ചെയ്യും. അതെന്താ? കാർബോഹൈഡ്രേറ്റ് മെറ്റബോളിസത്തിന് സഹായിക്കുന്ന ഹോർമോൺസാണ്. ഇനി ഈ ഹോർമോൺസിന്റെ ഡെഫിഷ്യൻസി ഉണ്ടായ എന്താ, നമ്മൾക്ക് ആ പേഷ്യൻസിന് വീക്ക്നെസ് ഉണ്ടാവും, ഫെറ്റീഗ് ഉണ്ടാവും, ലീഡിങ് ടു എന്താ ഒരു ഡിസീസ് ഉണ്ടാവും. ഇനിയാണ് നമ്മൾ സ്പെക്ട്രം ഡിസീസ് ആൻഡ് എഡിസൺസ് ഡിസീസ്. അപ്പൊ നമുക്ക് ഇനി അഡ്രീനൽ മെഡുല്ലയിലത്തെ മെയിൻ ഹോർമോൺസ് നോക്കാം. അഡ്രീനൽ മെഡുല്ല 2 തരം ഹോർമോണാണ് സെക്രീറ്റ് ചെയ്യണം. ഒന്ന് അഡ്രിനാലിൻ അല്ലെങ്കിൽ ആൻഡ് നോർ അഡ്രിനാലിൻ. അഡ്രിനാലിന്റെ വേറെ പേരാണ് എപ്പിനെഫ്രിൻ, നോർ അഡ്രിനാലിന്റെ വേറെ പേരാണ് നോറെപ്പിനെഫ്രിൻ. ഇനി ഇവരെ ഈ രണ്ടിനും കൂടി ബ്രോഡായി ടേം ആണ് കാറ്റക്കോലമീൻസ്. ഇവരെന്താ എമർജൻസിയിലാണ്, എന്തെങ്കിലും സ്ട്രെസ്സോ എമർജൻസി ഉണ്ടാകുമ്പോൾ അവർ ആക്ട് ചെയ്യാം. അത് കാരണം ഇവരെ എമർജൻസി ഹോർമോൺസ് അല്ലെങ്കിൽ ഹോർമോൺസ് ഓഫ് ഫൈറ്റ് ആൻഡ് ഫ്ലൈറ്റ് എന്ന് പറയും. ഈ ഹോർമോൺസ് എന്ത് ചെയ്യും? നമ്മള് അലേർട്ട് ആക്കും, പിന്നെ നമ്മളെ ഹാർട്ട് റേറ്റ് കൂട്ടും, ഹാർട്ട് നല്ല ഫോഴ്സിൽ കൺട്രാക്ട് ചെയ്യും, പിന്നെ പൈലോ ഇറക്ഷൻ ഉണ്ടാവും, പിന്നെ സ്വെറ്റിംഗ് ഉണ്ടാവും. ഓക്കെ. ഇനി ഇവര് ഗ്ലൂക്കോസ് ആവശ്യമില്ല ഇങ്ങനത്തെ സമയത്ത്. ആ ഗ്ലൂക്കോസിന്റെ സോഴ്സ് എവിടുന്ന? അത് ഗ്ലൈക്കോജൻ ബ്രേക്ക് ഡൗൺ ആക്കിയിട്ടാണ് അവർ യൂസ് ചെയ്യാം. ഈ ഗ്ലൈക്കോജൻ ഇല്ലെങ്കിൽ പ്രോട്ടീൻ അല്ലെങ്കിൽ ലിപ്പിഡ് ബ്രേക്ക് ഡൗൺ ചെയ്തു. ഇനി അഡ്രീനൽ കോർട്ടെക്സ്. അഡ്രീനൽ കോർട്ടെക്സ് എന്ന ഔട്ടർ മോസ്റ്റ് ലെയർ ഓഫ് അഡ്രീനൽ ഗ്ലാൻഡ് ആണ്. അതിൽ 3 ലെയേഴ്സ് ഉണ്ട്. ഇന്നർ മോസ്റ്റ് സോണ റെറ്റിക്കുലാരിസ്, മിഡിൽ സോണ ഫാസിക്കുലേറ്റ ആൻഡ് ഔട്ടർ മോസ്റ്റ് സോണ ഗ്ലോമെറുലോസ. അപ്പം ഇതെല്ലാം സെക്രീറ്റ് ചെയ്യുന്ന ഹോർമോണിനെ നമ്മൾ കളക്റ്റീവ്ലി കോർട്ടിക്കോയിഡ്സ് എന്ന് പറയും. അപ്പൊ ഈ ചില കോർട്ടിക്കോയിഡ്സ് കാർബോഹൈഡ്രേറ്റ് മെറ്റബോളിസത്തിനും എന്താ പറയാ ഇൻവോൾവ് ആണ്. അവരെന്ത് പറയും? കാർബോഹൈഡ്രേറ്റ് ഗ്ലൂക്കോസ്. അപ്പൊ എന്താ? ഗ്ലൂക്കോകോർട്ടിക്കോയിഡ്. പിന്നെ ചില കോർട്ടിസോൾ എന്താ ഈ മിനറൽസ്, ഈ വാട്ടർ ഇലക്ട്രോലൈറ്റ് ബാലൻസ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യും. അപ്പൊ അവരെയാണ് നമ്മൾ പറയാ മിനറലോ കോർട്ടിക്കോയിഡ്. ഇനി ഗ്ലൂക്കോകോർട്ടിക്കോയിഡിന്റെ ഏറ്റവും വലിയ എക്സാമ്പിൾ, ഇമ്പോർട്ടന്റ് ആയ എക്സാമ്പിൾ ആണ് എന്ത്? കോർട്ടിസോൾ. പിന്നെ ആൽഡോസ്റ്റിറോൺ ആണ് മെയിൻ മിനറലോ കോർട്ടിക്കോയിഡ്. അവര് എന്താ വാട്ടർ ആൻഡ് ഇലക്ട്രോലൈറ്റ് ബാലൻസ് ചെയ്യും. നിങ്ങൾ റീനൽ മറ്റേ എക്സ്ക്രീഷൻ എന്ന ചാപ്റ്ററിൽ പഠിക്കും.
അപ്പൊ ഗ്ലൂക്കോകോർട്ടിക്കോയിഡ്സ് എങ്ങനെയാ ആക്ട് ചെയ്യണത്? അത് ഞാൻ പറഞ്ഞു കാർബോഹൈഡ്രേറ്റ് മെറ്റബോളിസം ആണ്. കാർബോഹൈഡ്രേറ്റ് എങ്ങനെ മെറ്റബോളൈസ് ചെയ്യും? അവര് നിയോജെനസിസ് നടത്തും. നിയോജെനസിസ് പറഞ്ഞാൽ പുതിയ ഗ്ലൂക്കോസ് ഉണ്ടാക്കും. പിന്നെ അല്ലെങ്കിൽ ലിപ്പിഡിനെ ലൈസ് ചെയ്യും, ലിപ്പിഡിനെ ബ്രേക്ക് ഡൗൺ ചെയ്യും, പ്രോട്ടീനെ ബ്രേക്ക് ഡൗൺ ചെയ്യും. പിന്നെ ഈ സെല്ല് അമിനോ ആസിഡ് ഉപയോഗിക്കും, അതിന് ഇൻഹിബിറ്റ് ചെയ്യും. ഓക്കെ. പിന്നെ വേറെ ഗ്ലൂക്കോകോർട്ടിക്കോയിഡ്സിന്റെ ഫംഗ്ഷൻ എന്താ? ആന്റി ഇൻഫ്ലമേറ്ററി റിയാക്ഷൻസ് ഉണ്ടാക്കും, എന്നിട്ട് ഇമ്മ്യൂൺ റെസ്പോൺസിനെ സപ്രസ് ചെയ്യും. പിന്നെ കോർട്ടിസോൾ RBC പ്രൊഡക്ഷനും സഹായിക്കും. ഇതാണ് നമ്മളെ ഗ്ലൂക്കോകോർട്ടിക്കോയിഡ്സ്. ഇനി നമ്മളെ ആൽഡോസ്റ്റിറോൺ എങ്ങനെയാ? അവര് മെയിൻലി റീനൽ ടിബ്യൂൾസിൽ ആക്ട് ചെയ്ത് അവരെന്ത് ചെയ്യും? സോഡിയം വാട്ടർ റീഅബ്സോർപ്ഷൻ ചെയ്ത് പൊട്ടാഷ്യം ആൻഡ് ഫോസ്ഫേറ്റ് അയോൺസ് എക്സ്ക്രീറ്റ് ചെയ്യും. അത് കാരണം ആൽഡോസ്റ്റിറോൺ എന്ത് ചെയ്യും? അവരാണ് നമ്മളുടെ ബോഡിയിൽ ബോഡി ഫ്ലൂയിഡും ഇലക്ട്രോലൈറ്റ്സും മെയിൻറ്റെയിൻ ചെയ്യും. ഓസ്മോട്ടിക് പ്രഷർ, ബ്ലഡ് പ്രഷർ ഒക്കെ മെയിൻറ്റെയിൻ ആവും. പിന്നെ ചില കോർട്ടിക്കോയിഡ്സ് സെക്സ് കോർട്ടിക്കോയിഡ്സ് ആണ്. അവരെന്ത് ചെയ്യും? ഇത് നമ്മളുടെ സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടേഴ്സ് ആയി പ്യൂബിക് ഹെയറും ആക്സിലറി ഹെയറും ഫേഷ്യൽ ഹെയർ ഒക്കെ ഗ്രോ ചെയ്യാൻ സഹായിക്കുകയും ചെയ്യും. അപ്പൊ മനസ്സിലായല്ലോ, അഡ്രീനൽ ഗ്ലാൻഡിൽ രണ്ടെണ്ണം ഉണ്ട്. അഡ്രീനൽ കോർട്ടെക്സ് ഉണ്ട്, മെഡുല്ല ഉണ്ട്. അഡ്രീനൽ കോർട്ടെക്സ് അവരെന്ത് സെക്രീറ്റ് ചെയ്യും? ഗ്ലൂക്കോകോർട്ടിക്കോയിഡ്സ്, മിനറലോകോർട്ടിക്കോയിഡ്സ്, സെക്സ് കോർട്ടിക്കോയിഡ്സ്. ഇതിന്റെ മെയിൻ ഓക്കെ. പിന്നെ അഡ്രീനൽ മെഡുല്ല സെക്രീറ്റ് ചെയ്യണ എന്താ? അഡ്രീനൽ മെഡുല്ല സെക്രീറ്റ് ചെയ്യണതാണ് നമ്മളുടെ കാറ്റക്കോളമീൻസ്, അതായത് അഡ്രിനാലിൻ ആൻഡ് നോർ അഡ്രിനാലിൻ. ഓക്കെ. ഇതാണ് നമ്മളുടെ അഡ്രീനൽ ഗ്ലാൻഡിന്റെ ഒരു ഓവർവ്യൂ. ഇനി പാൻക്രിയാസ്. പാൻക്രിയാസ് എന്താ? മാം പറഞ്ഞു പാൻക്രിയാസ് ഒരു ഹെട്രോക്രൈൻ ഗ്ലാൻഡ് ആണ്. ഹെട്രോക്രൈൻ എന്ന് വെച്ചാൽ എന്താ? അവർക്ക് എൻഡോക്രൈൻ ഉണ്ട്, എക്സോക്രൈൻ പാർട്ടും ഉണ്ട്. മനസ്സിലായല്ലോ? ഓക്കെ. അപ്പൊ പാൻക്രിയാസ് എന്താ? ഒരു കോമ്പോസിറ്റ് ഗ്ലാൻഡ് ആണ്. അത് എക്സോക്രൈനും എൻഡോക്രൈനായിട്ട് ആക്ട് ചെയ്യും. എൻഡോക്രൈൻ പാൻക്രിയാസിൽ എന്താ? കുറച്ച് സെൽസ് ഉണ്ട്. ഐലറ്റ്സ് ഓഫ് ലാങ്ങർ ഹാൻസ് എന്ന് പറഞ്ഞ സെൽസ്. എത്ര നോർമൽ ഹ്യൂമൻ പാൻക്രിയാസിൽ 1 to 2 million ഐലറ്റ്സ് ഓഫ് ലാങ്ങർ ഹാൻസ് ഉണ്ടാവും. അപ്പൊ ഇവരുടെ ഫംഗ്ഷൻ എന്താ? ഇതിൽ തന്നെ മെയിൻ 2 ടൈപ്പ് സെൽസ് ആണ്, ആൽഫ സെൽസും ബീറ്റ സെൽസും. ആൽഫ സെൽസ് സെക്രീറ്റ് ചെയ്യുന്ന ഹോർമോൺ ആണ് ഗ്ലൂക്കഗോൺ. ബീറ്റ സെൽസ് സെക്രീറ്റ് ചെയ്യുന്ന ഹോർമോൺ ആണ് ഇൻസുലിൻ. അതിങ്ങനെ ഓർത്താൽ മതി. ഏത് സെല്ലാണ് ഏത്? ബിന്ന് ഓർത്ത് വെക്കുക. ബിൻ എന്ന് പറഞ്ഞാൽ ബീറ്റ സെൽ, ഇൻസുലിൻ. അത് ഓർത്ത് വെച്ചാൽ നമുക്ക് മറ്റേത് അറിയാം. ബീറ്റ അല്ലാണ്ട് മറ്റേത് സെല്ലുള്ളത് ആൽഫ. അപ്പൊ അത് ഗ്ലൂക്കഗോൺ ആയിരിക്കുന്നു. ഓക്കെ. ഇനി ഗ്ലൂക്കഗോൺ എന്താ? ഗ്ലൂക്കഗോൺ ഒരു പെപ്റ്റൈഡ് ഹോർമോൺ ആണ്. അത് ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ മെയിൻറ്റെയിൻ ചെയ്യും. ഗ്ലൂക്കഗോൺ ആക്ട് ചെയ്യണ എവിടെയാ? ലിവറിന്റെ സെൽസിൽ ആക്ട് ചെയ്യും. എന്നിട്ട് ഗ്ലൈക്കോജിനോലൈസിസ്, ഗ്ലൈക്കോജൻ ബ്രേക്ക് ഡൗൺ ആയ എന്താ? ഗ്ലൂക്കോസ് ഉണ്ടാവും. അത് ഗ്ലൂക്കോസ് ഉണ്ടായ എന്താ? ബ്ലഡ് ഷുഗർ കൂടും. അപ്പൊ അത് ഹൈപ്പർഗ്ലൈസീമിക് സ്റ്റേറ്റ് ആവും. അപ്പൊ ബ്ലഡ് ഷുഗർ കുറഞ്ഞ സമയത്താണ് നമ്മൾ ഗ്ലൂക്കഗോൺ ആക്ട് ചെയ്യും, ഗ്ലൈക്കോജിനോലൈസിസ് സ്റ്റിമുലേറ്റ് ചെയ്ത് ബ്ലഡ് ഷുഗർ ലെവൽ കൂട്ടും. പക്ഷെ ഇതിന് നേരെ തിരിച്ച് ഓപ്പോസിറ്റ് ആണ് ഇൻസുലിൻ. ഇൻസുലിൻ എന്താ ചെയ്യുക? ഈ നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ബ്ലഡ് ഷുഗർ ലെവൽ സ്പൈക്ക് ചെയ്യും, കൂടും. അപ്പൊ അതിനെ നോർമൽ ലെവലിലേക്ക് എത്തിക്കുന്ന ഫംഗ്ഷൻ ആണ് ഇൻസുലിന്റെ. അപ്പൊ ഈ ഇൻസുലിൻ ഡെഫിഷ്യൻസി ഉള്ളവർക്ക് നമ്മുടെ ഈ ബ്ലഡ് ഷുഗർ എന്താ? സ്പൈക്ക് ആയിരിക്കും, ഹൈ ആയിരിക്കും. അതിനെയാണ് നമ്മൾ ഡയബറ്റിസ് മെലൈറ്റിസ് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പൊ നമുക്ക് NCERT-യിൽ നോക്കാം. ഗ്ലൂക്കഗോൺ എന്തൊരു പെപ്റ്റൈഡ് ഹോർമോൺ ആണ്. അത് ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ മെയിൻറ്റെയിൻ ചെയ്യും. എങ്ങനെ? ഗ്ലൈക്കോജിനോലൈസിസ് ലിവറിൽ സ്റ്റിമുലേറ്റ് ചെയ്ത് ഹൈപ്പർഗ്ലൈസിമി ഉണ്ടാക്കും. ഇനി ഈ ഹോർമോൺ എന്താ? ഗ്ലൂക്കോനിയോജെനിസിസ് ഉണ്ടാക്കും. ഗ്ലൂക്കോനിയോജെനിസിസ് പറഞ്ഞാൽ ഗ്ലൂക്കോസ് ഉണ്ടാക്കുക. അപ്പൊ അങ്ങനെ ഹൈപ്പർഗ്ലൈസീമിയ ഉണ്ടാവും. അത് കാരണമാണ് ഗ്ലൂക്കോസ് എന്താ? ഹൈപ്പർഗ്ലൈസീമിക് ഹോർമോൺ എന്ന് പറയാൻ കാരണം. പിന്നെ ഗ്ലൂക്കോസ്, ഈ സെല്ലുലാർ ഗ്ലൂക്കോസ് അപ്ടേക്ക് ഒക്കെ അവര് റെഡ്യൂസ് ചെയ്യും. പക്ഷെ സെല്ല് ഗ്ലൂക്കോസ് കൂടുതൽ എടുത്താൽ നമ്മുടെ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ കുറയും. അപ്പൊ ആ സാധനം കുറയ്ക്കാണ്ടിരിക്കാനാണ് ഈ സെല്ലുലാർ ഗ്ലൂക്കോസ് അപ്ടേക്കും അവര് കുറയ്ക്കും. ഇനി അടുത്ത ഹോർമോൺ ഇൻസുലിൻ. ഇൻസുലിൻ ആരാ സെക്രീറ്റ് ചെയ്യണ? ബീറ്റ സെൽസ് ഓഫ് ഐലറ്റ്സ് ഓഫ് ലാങ്ങർ ഹാൻസ്. ഇൻസുലിൻ എന്താ? ഒരു പെപ്റ്റൈഡ് ഹോർമോൺ ആണ്. അതെന്താ? ഗ്ലൂക്കോസ് ഹോമിയോസ്റ്റാസിസിന് അവര് സഹായിക്കും. എങ്ങനെ? ഇതും ഹെപ്പാറ്റോസൈറ്റ്സിൽ ആക്ട് ചെയ്യും. കൂടാണ്ട് അഡിപ്പോസൈറ്റ്സ്, അതായത് അഡിപ്പോസ് ടിഷ്യൂ,
എന്നിട്ട് എന്ത് ചെയ്യും, സെല്ലുലാർ ഗ്ലൂക്കോസ് അപ്ടേക്കും യൂട്ടിലൈസേഷൻ കൂട്ടും. അപ്പൊ എന്താവും, നമ്മളെ ബ്ലഡിലുള്ള എല്ലാ ഗ്ലൂക്കോസും സെല്ല് വലിച്ചെടുക്കും. സ്കെൽറ്റൽ മസിലോ അഡിപ്പോസ് ടിഷ്യൂ അവരുടെ വർക്കിന് വേണ്ടി വലിച്ചെടുക്കുമ്പോൾ ബ്ലഡിലത്തെ ഗ്ലൂക്കോസ് നോർമലായി വരും. അങ്ങനെയാണ് എന്താ പറയാ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ കുറച്ച് അവര് ഹൈപ്പോഗ്ലൈസീമിയ ഉണ്ടാക്കണം. അപ്പൊ ഇൻസുലിൻ വേറൊരു ഫംഗ്ഷൻ ഉണ്ട്, ഉള്ള ഭയങ്കര എക്സസൈസ് ഗ്ലൂക്കോസിനെ ഗ്ലൈക്കജൻ ആക്കാനും സഹായിക്കും. നേരെ ഓപ്പോസിറ്റ്, ഗ്ലൂക്കോണിന്റെ നേരെ ഓപ്പോസിറ്റ്. അപ്പൊ ഇത് നമ്മുടെ ബോഡിയിൽ ഇൻസുലിനും ഗ്ലൂക്കോണും കൂടി ചേർന്നാണ് നമ്മുടെ ബോഡിക്ക് അനുസരിച്ച്, എന്ന് വെച്ചാൽ നമ്മൾ കഴിക്കുന്ന ഫുഡ് അനുസരിച്ച് അവർ ആക്ട് ചെയ്യുന്നത്. മനസ്സിലായല്ലോ? ഓക്കെ. ഇനി ഈ പ്രൊലോങ്ഡ് ഹൈപ്പർഗ്ലൈസീമിയ എന്ന് പറയുമ്പോൾ എന്താ, നമ്മള് ഇൻസുലിൻ ആക്ട് ആവുന്നില്ല. ഇൻസുലിൻ ആക്ട് ആവാണ്ട് അല്ലെങ്കിൽ ഇൻസുലിന്റെ കുറവ് കൊണ്ട് എന്താ പറയാ, നമ്മുടെ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ ഹൈ ആയി നിൽക്കുന്ന കണ്ടീഷനെയാണ് നമ്മൾ ഡയബറ്റിസ് മെല്ലൈറ്റിസ് എന്ന് പറയാം. വേറൊരു ഡയബറ്റിസ് ഉണ്ട്, ഡയബറ്റിസ് ഇൻസിപ്പിഡിയസ്. അതെന്തായാലും ഞാൻ ഇന്നലത്തെ ക്ലാസ്സിൽ പറഞ്ഞു. നമ്മളുടെ ഡയൂറസിസ് കാരണം എന്താ പറയാ, ഡയൂറസിസ് കൂടുമ്പോ, അതായത് നമ്മൾ ആൽഡോസ്റ്റെറോൺ ഡെഫിഷ്യൻസി ആവുമ്പോഴാണ് ഇത് ഡയബറ്റിസ് ഇൻസിപ്പിഡസ് ഉണ്ടാവുന്നത്. ഇനി ഡയബറ്റിക് പേഷ്യൻസിനെ നമ്മൾ ട്രീറ്റ് ചെയ്യുക എങ്ങനെയാ? പല ഇൻസുലിൻ തെറാപ്പി ഉണ്ട്. അത് പെൻ ആവാം, അല്ലെങ്കിൽ നമ്മൾ സബ്ക്യൂട്ടേനിയസ് വഴി വരാം, അല്ലെങ്കിൽ ഇഞ്ചക്ഷൻ ആവാം, അല്ലെങ്കിൽ ഓറൽ ഹൈപ്പോഗ്ലൈസമിക് ടാബ്ലറ്റ്സ് ഉണ്ട്. പല ട്രീറ്റ്മെന്റ് മൊഡാലിറ്റീസ് ഉണ്ട്. അത് നിങ്ങൾ ഹയർ ക്ലാസ്സസിൽ പഠിക്കും. ഓക്കെ. അപ്പൊ നമ്മൾ പാൻക്രിയാസ് പഠിച്ചു. പാൻക്രിയാസ് എന്താ? പാൻക്രിയാസ് ആണ് നമ്മളുടെ എക്സോക്രൈൻ പ്ലസ് എൻഡോക്രൈൻ ഗ്ലാൻഡ്. എക്സോക്രൈൻ എന്താ? നമ്മളുടെ പാൻക്രിയാറ്റിക് എൻസൈംസ് ഡൈജഷന് സഹായിക്കുന്ന പാർട്ട്. അവരാണ് എക്സോക്രൈൻ പാർട്ട്. മനസ്സിലായില്ലേ? ഇനി ഈ ടെസ്റ്റ് ഗൊണാഡ്സ് എന്താ? ഹോർമോൺസ് സെക്രീറ്റ് ചെയ്യുന്ന പറഞ്ഞു ഇല്ലേ? ഓക്കെ. ടെസ്റ്റിസ് എവിടെ കാണുന്നത്? നമ്മളെ മെയിൽസിൽ ഒരു സ്ക്രോട്ടൽ സാക്ക് ഉണ്ട്, അതിലാണ് ഒരു പെയർ ഓഫ് ടെസ്റ്റിസ് കാണുന്നത്. അപ്പൊ ടെസ്റ്റിസ് എന്താ ഫങ്ഷൻ? ഒന്ന് പ്രൈമറി സെക്സ് ഓർഗൻ ആണ്. പ്രൈമറി സെക്സ് ഓർഗൻ എന്ന് വെച്ചാൽ എന്താ? അത് നമ്മളെ സെക്ഷൽ റീപ്രൊഡക്ഷൻ, അതിനാണ് സ്പേംസ് ഉണ്ടായി മറ്റേ ഫീമെയിലിൽ ജാക്കുലേറ്റ് ചെയ്യുന്നത്. അത് കാരണം പ്രൈമറി സെക്സ് ഓർഗൻ ആണ്. പിന്നെ അത് എൻഡോക്രൈൻ ഗ്ലാൻഡും കൂടിയാണ്. അപ്പൊ ടെസ്റ്റിസ് എന്താ? ഇറ്റ് പെർഫോംസ് ഡ്യുവൽ ഫങ്ഷൻ എങ്ങനെ? അത് സെക്സ് ഓർഗനും പ്രൈമറി സെക്സ് ഓർഗനും ആണ്, അതേപോലെ ഇതുമാണ് എന്താ പറയാ എൻഡോക്രൈൻ ഗ്ലാൻഡ് ആണ്. ഈ ടെസ്റ്റിസിൽ എന്താ? സെമിനിഫറസ് ടിബ്യൂൾസ് ഉണ്ട്. സെമിനിഫറസ് ടിബ്യൂൾസിലാണ് സ്പെർമാറ്റോജെനസിസ് നടക്കണം. സ്പെർമാറ്റോജെനസിസ് occurs in ടെസ്റ്റിസ് അല്ല, സെമിനിഫറസ് ടിബ്യൂൾസ്. ഇനി വേറെ കുറച്ച് സെൽസ് ഉണ്ട്, ലീഡിക് സെൽസ് എന്ന് പറയുന്നത്. അത് ഈ ഇന്റർ ട്യൂബുലർ സ്പേസസിൽ കാണാം. അവരുടെ ഫങ്ഷൻ എന്താ? ആൻഡ്രോജൻസ് ആയ ടെസ്റ്റോസ്റ്റിറോൺ റിലീസ് ചെയ്യാൻ. ഈ മെയിൽസിൽ ടെസ്റ്റോസ്റ്റിറോൺ ആണ് അവരുടെ സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടേഴ്സ് ഡെവലപ്പ് ആക്കണം. അതായത് ആ മെയിലിന്റെ ടോർസോ എന്നാണ് ആ ബോഡി, ഇങ്ങനെ ഹെവി ബോഡി, അല്ലെങ്കിൽ ലിബിഡോ, പിന്നെന്താ പറയാ അവരുടെ ഈ ലോ പിച്ച്ഡ് വോയിസ്, അതൊക്കെയാണ് ആൻഡ്രോജൻസിന്റെ ഫങ്ഷൻ. അവർ ആൻഡ്രോജൻസ് എന്ത് ചെയ്യും? ഈ മെയിൽ ആക്സസറി സെക്സ് ഓർഗൻസ് ആയ എപ്പിഡൈഡിമിസും വാസ് ഡിഫറൻസും പല പ്രോസ്റ്റേറ്റ്, യൂറിത്ര ഇവരുടെ ഒക്കെ ഡെവലപ്മെന്റും മെച്ചുറേഷനും സഹായിക്കും. പിന്നെ നമ്മളുടെ ഗ്രോത്ത്, ഹെയർ, താടി, ഇതൊക്കെ ഇല്ലേ, പിന്നെ അഗ്രസീവ്നെസ്, അതൊക്കെ ടെസ്റ്റോസ്റ്റിറോൺ കാരണമാണ്. ആൻഡ്രോജന്റെ വേറെ ഫങ്ഷൻസ്, സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടേഴ്സ് കൂടാതെ ഈ സ്പെർമാറ്റോജെനസിസിനും അവർക്ക് ഒരു റോൾ ഉണ്ട്. പിന്നെ മെയിൽ സെക്ഷൽ ബിഹേവിയർ എന്ന് പറയുന്നതാണ് ലിബിഡോ, അതിനും ആക്ട് ചെയ്യും. പിന്നെ ഇതിന് ആനബോളിക് എഫക്ട്സ് ഉണ്ട്. എന്ന് വെച്ചാൽ ഈ ജിമ്മിലൊക്കെ പോകുന്ന ആൾക്കാർ ടെസ്റ്റോസ്റ്റിറോൺ ഇഞ്ചെക്ട് ചെയ്യണം നിങ്ങൾക്ക് കേൾക്കാം. അതെന്തിനാ? ഈ ആനബോളിക് ഇഫക്റ്റ് എന്ന് വെച്ചാൽ പ്രോട്ടീൻ കാർബോഹൈഡ്രേറ്റ് കൂടുതൽ ഉണ്ടാക്കി ഡെപ്പോസിറ്റ് ചെയ്യാൻ മസിലിൽ, അപ്പൊ ആ ബൾക്കിനെസ് കിട്ടാൻ. അത് കാരണം ടെസ്റ്റോസ്റ്റിറോൺ എന്താ? ഒരു അനബോളിക് ഹോർമോൺ കൂടിയാണ്. ഓക്കെ. അതായത് മെയിൽസിന് ടെസ്റ്റിസ്. ഇനി ഫീമെയിൽസ് അതിന്റെ കൗണ്ടർ പാർട്ട് ആരാ? അതാണ് ഓവറി. ഓവറി എവിടെയാണ് ലൊക്കേറ്റ് ചെയ്തേക്കുന്നത്? യൂട്രസ്. നമ്മൾ ഫീമെയിൽ ബോഡിയിൽ യൂട്രസ് ഉണ്ട്. യൂട്രസ് എന്നാണ് എന്താ പറയാ, ഇതാണ് യൂട്രസ് എന്ന് നോക്കിയാൽ പെയർ ഷേപ്ഡ്
യൂട്രസ് അയിന്ന് എന്താ ഡക്ട് ഉണ്ടാവും, ഫാലോപ്പിയൻ ട്യൂബ്. അയിന്ന് ഇങ്ങനെ ഈ റൗണ്ട് ആയിട്ടുള്ള ഈ സ്ട്രക്ചർ ആണ് ഓവറി. 2 ഓവറിയാണ് ഫീമെയിലിനുള്ളത്. ഓവറിയുടെ ഫംഗ്ഷൻ എന്താ? ഓവർ റിലീസ് ചെയ്യും. ഓവാന്ന് പറഞ്ഞ എഗ്. അത് പോയിട്ടാണ് നമ്മളുടെ സ്പേമായി ഫെർട്ടിലൈസ് ചെയ്ത് സൈഗോട്ട് അല്ലെങ്കിൽ ബേബി ഉണ്ടാവണം. അപ്പോ അത് കാരണം ഇത് പ്രൈമറി സെക്സ് ഓർഗനാണ്. അത് കൂടാതെ ഓവറി എന്ത് ചെയ്യും? കുറച്ച് ഹോർമോൺസ് കൂടി അവര് സെക്രീറ്റ് ചെയ്യും. അതായത് ഈസ്ട്രജനും പ്രൊജസ്ട്രോണും. ഓക്കെ, അപ്പോ നമുക്ക് NCERT നോക്കാം. ഓവറി എന്താ? ഇറ്റ് ഈസ് എ പ്രൈമറി ഫീമെയിൽ സെക്സ് ഓർഗൻ which produces one ovum during each menstrual cycle. ഓരോ മാസം നമ്മളുടെ മെൻസ്ട്രുവേഷൻ അല്ലെങ്കിൽ മെൻസ്ട്രൽ സൈക്കിൾ ഒരു ഓവം റിലീസ് ചെയ്യും. എന്നുവെച്ചാൽ അതും ഓൾട്ടർനേറ്റ് ആയിട്ടാണ് റിലീസ് ചെയ്യുക. എന്നുവെച്ചാൽ ഒരു മാസം റൈറ്റ് സൈഡ് ഓവറിയിലാണ് റിലീസ് ആയെങ്കിൽ അടുത്ത മാസം ലെഫ്റ്റ്, പിന്നെ വീണ്ടും റൈറ്റ്, പിന്നെ ലെഫ്റ്റ്, അങ്ങനെ ഓൾട്ടർനേറ്റ് ആയിട്ടാണ് റിലീസ് ചെയ്യുക. ഇനി ഓവറി സെക്രീറ്റ് ചെയ്യുന്ന ഹോർമോൺസിന്റെ പേരാണ് ഈസ്ട്രോജനും പ്രൊജസ്ട്രോണും. ഓവറിയുടെ സ്ട്രക്ചറിൽ എന്താ? ഒരു ഓവേറിയൻ ഫോളിക്കിൾസ് എന്നും സ്ട്രോമൽ ടിഷ്യൂ ഉണ്ട്. ഇത് നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് ക്ലാസ് 12 റീപ്രൊഡക്ഷൻ എന്ന ചാപ്റ്ററിൽ പഠിക്കും. ഇനി ഈസ്ട്രജൻ ഈ ഓവേറിയൻ ഫോളിക്കിൾസ് സിന്തസൈസ് ചെയ്ത് സെക്രീറ്റ് ചെയ്യാം. ഇനി ഓവുലേഷൻ നടക്കുന്ന സമയത്ത്, ഓവുലേഷൻ തന്നെ ഓവർ റിലീസ് ചെയ്യുന്ന സമയത്ത് ഈ റപ്ചർ ഫോളിക്കിൾ എന്താ? ഒരു മെച്യൂർ ആയിട്ടുള്ള ഒരു സ്ട്രക്ചറായി കൺവേർട്ട് ചെയ്യാനാണ് കോർപ്പസ് ലൂട്ടിയം എന്ന് പറയുന്നത്. ഈ കോർപ്പസ് ലൂട്ടിയം ഉണ്ടാക്കുന്നത് LH ആണ്, പക്ഷെ അത് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഹോർമോൺ പ്രൊജസ്ട്രോൺ ആണ്. പിന്നെ ഈ പ്രൊജസ്ട്രോൺ എന്താ? ഈ പ്രഗ്നൻസിയുടെ ഒക്കെ സമയത്ത് പ്രൊജസ്ട്രോൺ ഇൻഡ്യൂസ്ഡ് ഫേസ് ആണെന്ന് പറയാം. കാരണം എന്താ? പ്രൊജസ്ട്രോൺ ഇല്ലെങ്കിൽ ഈസ്ട്രജൻ ആണെങ്കിൽ പെറ്റ് കോൺട്രാക്ട് ആവും. ആ കുട്ടി നമ്മളെ യൂട്രസിലുള്ള കുട്ടി 9 മാസത്തിന് മുമ്പേ അത് പുറത്തിറങ്ങും. ഓക്കെ, ഈസ്ട്രോജന്റെ വേറെ ഫങ്ഷൻസ് എന്താ? ഈ ഗ്രോത്തും ഈ സെക്കൻഡറി സെക്സ് ഓർഗൻസ്, ഫീമെയിൽ സെക്കൻഡറി സെക്സ് ഓർഗൻസ്, അത് ബ്രസ്റ്റ് ഒക്കെ ഡെവലപ്പ് ചെയ്യാൻ സഹായിക്കും. പിന്നെ ഡെവലപ്മെന്റ് ഓഫ് ഗ്രോയിങ് ഫോളിക്കിൾസ്, ഓവേറിയൻ ഫോളിക്കിൾസ്, അല്ലെങ്കിൽ ഫീമെയിൽ സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടേഴ്സ്, അല്ലെങ്കിൽ മാമറി ഗ്ലാൻഡ് ഡെവലപ്മെന്റ്, എല്ലാത്തിനും അവര് സഹായിക്കും. പിന്നെ പ്രൊജസ്ട്രോൺ സപ്പോർട്ട്സ് പ്രഗ്നൻസി. കണ്ട വിച്ച് ഹോർമോൺ സപ്പോർട്ട്സ് പ്രഗ്നൻസി എന്ന് ചോദിച്ചാൽ പ്രൊജസ്ട്രോൺ ആണ് സപ്പോർട്ട് ചെയ്യാം. പ്രൊജസ്ട്രോൺ എന്താ? നമ്മളുടെ ഈ മാമറി ഗ്ലാൻഡ്സ്, അതായത് ബ്രസ്റ്റിൽ ആക്ട് ചെയ്ത് ഈ ആൽവിയോളെ ഉണ്ടാക്കാൻ സഹായിക്കും. ആൽവിയോളയാണ് ബ്രസ്റ്റിന്റെ ഉള്ളിൽ നമ്മൾ മിൽക്ക് സ്റ്റോർ ചെയ്ത് വെക്കണം. മിൽക്ക് പ്രൊഡക്ഷന് സഹായിക്കുന്ന ഹോർമോൺ ഏതാ? നമ്മളുടെ പ്രോലാക്റ്റിൻ, ഇജക്ഷൻ ഓഫ് ഓക്സിറ്റോസിൻ. അതേപോലെ തന്നെ പ്രൊജസ്ട്രോൺ ആക്ട് ചെയ്യും മാമറി ഗ്ലാൻഡ്സിൽ. എന്നിട്ട് അവരെന്ത് ചെയ്യും? ഈ ആൽവിയോളെ ഉണ്ടാക്കാൻ സഹായിക്കും. ആൽവിയോളയിൽ നിന്ന് എന്ത് ചെയ്യും? ഈ മിൽക്ക് പ്രൊഡ്യൂസ് ചെയ്ത് സെക്രീറ്റ് ആവും. ഓക്കെ, അപ്പൊ അതാണ് നമ്മളുടെ ഗൊണാഡ്സ് ആയ ടെസ്റ്റിസും ഓവറിയും. ഇനി നമുക്ക് നോക്കാനുള്ള എന്താ പറയാ മെക്കാനിസം ഓഫ് ഹോർമോൺ ആക്ഷൻ. 2 മെക്കാനിസം ഉണ്ട്. പിന്നെ നമ്മളെ ഹാർട്ടും കിഡ്നിയും GITയും സെക്രീറ്റ് ചെയ്യണ ഹോർമോൺസ്. ഞാൻ പറഞ്ഞു എൻഡോക്രൈൻസ് കൂടാതെ ഉള്ള ചില ഓർഗൻസ് ഡയറക്റ്റ് ആയിട്ട് സിന്തസൈസ് ചെയ്യും. അതായത് നമുക്ക് ഹാർട്ട് എടുക്കാം. ഹാർട്ടില് ഈ ഏട്രിയലത്തെ വോൾ ഒരു പെപ്റ്റൈഡ് ഹോർമോൺ സെക്രീറ്റ് ചെയ്യും. അതാണ് നാട്രിയൂരറ്റിക് ഫാക്ടർ. അതാണ് ഈ ബ്ലഡ് പ്രഷർ കുറയ്ക്കാൻ സഹായിക്കും. ഇപ്പൊ ബ്ലഡ് പ്രഷർ കൂടിയ സമയം ഹൈപ്പർ ടെൻഷൻ എന്തായി? ഈ ഏട്രിയൽ നാട്രിയൂരറ്റിക് ഫാക്ടർ സെക്രീറ്റ് ചെയ്യും. അത് കാരണം ബ്ലഡ് വെസൽ ഡൈലേറ്റ് ചെയ്ത് പ്രഷർ കുറയ്ക്കും. അതാണ് ഹാർട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺ. കിഡ്നി പ്രൊഡ്യൂസ് ചെയ്യുന്ന എന്താ? കിഡ്നിയിലത്തെ ജക്സ്റ്റാഗ്ലോമറുലാർ സെൽസ് ഉണ്ട്. അവരാണ് നമ്മൾ എരിത്രോപോയിറ്റിൻ എന്ന ഹോർമോൺ സെക്രീറ്റ് ചെയ്യുക. എരിത്രോപോയിറ്റിന്റെ ഫംഗ്ഷൻ എന്താ? എരിത്രോപോയസിസ് എന്ന് പറഞ്ഞാൽ എരിത്രോസൈറ്റ് പ്രൊഡക്ഷൻ, അതായത് RBC പ്രൊഡക്ഷൻ. ഓക്കെ, ഇനി ഞാൻ പറഞ്ഞു ഹാർട്ടായി, കിഡ്നിയായി. ഇനി എന്താ? GITയിൽ 4 മെയിൻ പെപ്റ്റൈഡ് ഹോർമോൺസ് ഉണ്ട്. അതായത് ഗ്യാസ്ട്രിൻ, സെക്രിട്രിൻ, കോളിസിസ്റ്റോകൈനിൻ ആൻഡ് ഗ്യാസ്ട്രിക് ഇൻഹിബിറ്ററി പെപ്റ്റൈഡ്. ഗ്യാസ്ട്രിൻ എന്താ? പേരിൽ തന്നെ ഉണ്ട് ഗ്യാസ്ട്രിൻ എന്താ? ഗ്യാസ്ട്രിക് ഗ്ലാൻഡ്സ് ആണ് സ്റ്റൊമക്കിലുള്ള. അവിടെ ആക്ട് ചെയ്ത് HCLഉം പെപ്സിനോജന്റെയും പ്രൊഡക്ഷൻ സഹായിക്കും. ഇത് നിങ്ങൾ ഡൈജഷനിൽ പഠിച്ച. സെക്രീറ്റിൻ എന്താ? അത് പാൻക്രിയാസ് എക്സോക്രൈൻ പാർട്ടിൽ ആക്ട് ചെയ്ത് ഈ വാട്ടറും ബൈകാർബണേറ്റ് അയോൺസിന്റെ സെക്രീഷൻ സ്റ്റിമുലേറ്റ് ചെയ്യും.
പിന്നെ കോളിസിസ്റ്റോകൈനിൻ എന്താ പാൻക്രിയാസും ഗോൾ ബ്ലാഡറിലും ഉണ്ട്. അവർ ഈ പാൻക്രിയാറ്റിക് എൻസൈംസും ബൈൽ ജ്യൂസും സെക്രീറ്റ് ചെയ്യാൻ സഹായിക്കും. മനസ്സിലായല്ലോ? അപ്പോ നമ്മൾ എൻഡോക്രൈൻ ഗ്ലാൻസ് അല്ലാണ്ട് ചില ഓർഗൻസ് ഹോർമോൺ സെക്രീറ്റ് ചെയ്യും. അതായത് ഹാർട്ടിലാണെങ്കിൽ ഹാർട്ടിൽ ഏട്രിയം എന്ന ചേംബറിന്ന് എന്താ ഒരു പെപ്റ്റൈഡ് ഹോർമോൺ, അതായത് ഈ ബ്ലഡ് വെസൽസിനൊക്കെ ഡൈലേറ്റ് ചെയ്യാൻ സഹായിക്കും ഹൈ ബ്ലഡ് പ്രഷറിലൊപ്പം. അതിനെയാണ് ഏട്രിയൽ നേട്രിയൂറിറ്റിക് ഫാക്ടർ എന്ന് പറയുന്നത്. പിന്നെ കിഡ്നിയിൽ ജക്സ്റ്റാ ഗ്ലോമറുലാർ സെൽസ് ഉണ്ട്. അതിനാണ് എറിത്രോപോയിറ്റിൻ എന്ന ഹോർമോൺ എറിത്രോപോയസിന് സഹായിക്കും. പിന്നെയാണ് നമ്മളുടെ GIT-യിൽ ഗ്യാസ്ട്രിൻ ഉണ്ട്, സെക്രീറ്റിൻ ഉണ്ട്, പോളിസിസ്റ്റോകൈനിൻ ഉണ്ട്, ഗ്യാസ്ട്രിക് ഇൻഹിബിറ്ററി പെപ്റ്റൈഡ് ഉണ്ട്. ഇതാണ് മെയിൻ ഹോർമോൺസ്. ഇനി നമുക്ക് ഒരു ഹോർമോൺ എങ്ങനെ ആക്ട് ചെയ്യണമെന്ന് കണ്ടുപിടിക്കാം. മെക്കാനിസം ഓഫ് ഹോർമോൺ ആക്ഷൻ. ഹോർമോൺസ് എങ്ങനെ ആക്ട് ചെയ്യും എന്നുള്ളതാണ് നമുക്കിതിൽ നോക്കാനുള്ളത്. ഇപ്പോൾ ഹോർമോൺസ് ടാർഗറ്റ് ടിഷ്യൂസിൽ ആക്ട് ചെയ്യണമെങ്കിൽ അവർക്ക് ടാർഗറ്റ് ടിഷ്യൂസിൽ കുറച്ച് റിസപ്റ്റേഴ്സ് ഉണ്ടാവും ഹോർമോണിന് വന്ന് അറ്റാച്ച് ചെയ്യാൻ. അതിനെയാണ് ഹോർമോൺ റിസപ്റ്റേഴ്സ് എന്ന് പറയാം. ഈ ആ സെയിം റിസപ്റ്റേഴ്സ് ഉണ്ടായാലേ അവർ വന്ന് ആക്ട് ചെയ്യുള്ളൂ. അതിന് മെംബ്രെയിൻ ബൗണ്ട് റിസപ്റ്റേഴ്സും ഉണ്ട്. പിന്നെ ചില റിസപ്റ്റേഴ്സ് എന്താ ടാർഗറ്റ് സെല്ലിലും ഉള്ളിൽ കാണാം. ഇൻട്രാസെല്ലുലർ റിസപ്റ്റേഴ്സും ഉണ്ട്, മെംബ്രെയിൻ ബൗണ്ട് റിസപ്റ്റേഴ്സും ഉണ്ട്. അപ്പൊ ബൈൻഡിങ് ഓഫ് ഹോർമോൺ ടു ഇറ്റ്സ് റിസപ്റ്റർ എന്താ ലീഡ്സ് ടു ദ ഫോർമേഷൻ ഓഫ് എ ഹോർമോൺ റിസപ്റ്റർ കോംപ്ലെക്സ്. അപ്പൊ ഹോർമോൺ റിസപ്റ്ററിൽ വന്ന് ജോയിൻ ചെയ്തു. അപ്പൊ ഹോർമോൺ റിസപ്റ്റർ കോംപ്ലെക്സ് ഉണ്ടായി. ഇനി എന്ത് നടക്കും? ഇനി ഈച്ച് റിസപ്റ്റർ എന്താ സ്പെസിഫിക് ടു വൺ ഹോർമോൺ ഓൺലി ആൻഡ് ഹെൻസ് റിസപ്റ്റർ സ്പെസിഫിക് ആണ്. അതായത് ഇപ്പോൾ ടെസ്റ്റോസ്റ്റിറോൺ എവിടെയാ? ടെസ്റ്റിസിൽ ആക്റ്റീവ് അല്ലെ? അല്ലെങ്കിൽ ഈസ്ട്രോജൻ, ഞാൻ പറയാം പ്രൊജസ്ട്രോൺ ഓവറി സെക്രീറ്റ് ചെയ്യും. ശരി. ഇനി അത് ഇനിയിപ്പോ മാമറി ഗ്ലാൻഡിൽ ആക്ട് ചെയ്യണമെങ്കിൽ മാമറി ഗ്ലാൻഡിൽ സ്പെസിഫിക് റിസപ്റ്റർ ഉണ്ടായിരിക്കണം പ്രൊജസ്ട്രോണിന് വേണ്ടിയിട്ടുള്ളത്. അത് ആക്ട് ചെയ്ത് അവിടുന്ന് പിന്നെയാണ് അത് ആക്ഷൻ ഉണ്ടാക്കുക. അപ്പൊ ഹോർമോൺ റിസപ്റ്റർ കോംപ്ലക്സ് ഫോർമേഷൻ ഉണ്ടായി. ഇനി എന്ത് നടക്കും? ആ സെല്ലിന്റെ ഉള്ളിലെ മെറ്റബോളിസം കുറച്ച് ചേഞ്ചസ് നടക്കും. ഓക്കെ. ഇനി നമുക്ക് ഈ ഹോർമോൺസിന്റെ കെമിക്കൽ നേച്ചർ അനുസരിച്ച് എന്ത് ചെയ്യും? ഹോർമോൺസിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റും. പല പെപ്റ്റൈഡ് ഹോർമോൺസ്, അതായത് പ്രോട്ടീൻ ഹോർമോൺസ്. അത് മെയിൻലി ഇൻസുലിൻ ആയി, ഗ്ലൂക്കോഗോൺ ആയി, അല്ലെങ്കിൽ പിറ്റ്യൂട്ടറി ഹോർമോൺസ് ആയി, ഹൈപ്പോതലാമിക് ഹോർമോൺസ്, അതൊക്കെ പെപ്റ്റൈഡ് ഹോർമോൺ ആണ്. സ്റ്റിറോയിഡ് ഹോർമോൺ മെയിൻലി നമ്മുടെ സെക്സ് ഹോർമോൺസ് ഇല്ലേ, പിന്നെ കോർട്ടിസോളും, ടെസ്റ്റോസ്റ്റിറോൺ, ഈസ്ട്രോജൻ, പ്രൊജസ്ട്രോൺ, കോർട്ടിസോൾ ഒക്കെയാണ് സ്റ്റിറോയിഡ്സ്. ഇനി ഐഡോതൈറോണിൻസ് പേരിൽ തന്നെ ഉണ്ട്. അതെന്താ? തൈറോയിഡ് ഹോർമോൺസ് ആണ്. പിന്നെന്താ? ചിലത് അമിനോ ആസിഡ് ഡെറിവേറ്റീവ്സ് ഉണ്ട്. അമിനോ ആസിഡ് ഡെറിവേറ്റീവ്സ് ആണ് നമ്മുടെ എപ്പിനെഫ്രിൻ. ഇപ്പൊ ഹോർമോൺസ് എന്താ? മെംബ്രെയിൻ ബൗണ്ട് റിസപ്റ്റേഴ്സ് ആയിട്ട് റിയാക്ട്. ചിലത് മെംബ്രെയിൻ ബൗണ്ട് റിസപ്റ്റേഴ്സ് ആയി റിയാക്ട് ചെയ്യും, ചിലത് സെല്ലിന്റെ ഉള്ളിൽ കടന്നാണ് റിയാക്ഷൻ നടത്തിപ്പിക്കുക. അപ്പൊ ഹോർമോൺസിന്റെ കെമിക്കൽ നേച്ചർ അനുസരിച്ച് ഹോർമോൺസ് എങ്ങനെ ഡിവൈഡ് ചെയ്യാൻ പറ്റും? പെപ്റ്റൈഡ് ഹോർമോൺസ്, പോളിപെപ്റ്റൈഡ് ഹോർമോൺസ്, പ്രോട്ടീൻ ഹോർമോൺസ്, അതായത് ഇൻസുലിൻ, ഗ്ലൂക്കോഗോൺ, പിറ്റ്യൂട്ടറി ഹോർമോൺസ്, പിന്നെ ഹൈപ്പോതലാമിക് ഹോർമോൺസ്. സ്റ്റിറോയിഡ് എന്ന് പറഞ്ഞാൽ മെയിൻലി സെക്സ് ഹോർമോൺസ്, ഐഡോതൈറോണിൻസ് എന്ന് തൈറോയിഡ്, അമിനോ ആസിഡ് ഡെറിവേറ്റീവ്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം കാറ്റക്കോലമീൻ, അമീൻ എന്ന് പറഞ്ഞ എപ്പിനെഫ്രിൻ, നോറെപ്പിനെഫ്രിൻ ഒക്കെയാണ് അമിനോ ആസിഡ് ഡെറിവേറ്റീവ്സ്. ഇനി ഹോർമോൺസ് ഈ മെംബ്രെയിൻ ബൗണ്ട് റിസപ്റ്റേഴ്സിൽ വന്ന് ഇന്ററാക്ട് ചെയ്യുന്ന ഒരു സെല്ലിന്റെ ഉള്ളിൽ കടക്കില്ല. അവര് സെല്ലിന്റെ ഉള്ളിൽ കടക്കാണ്ട് എന്താ വേറെ മെസ്സഞ്ചറിനെ ആക്ടിവേറ്റ് ചെയ്യും, സെക്കൻഡറി മെസ്സഞ്ചർ. ആ സെക്കൻഡറി മെസ്സഞ്ചർ പോയിട്ടാണ് ന്യൂക്ലിയസിന് പോയി ആക്ടിവേറ്റ് ചെയ്ത് എന്താ ഈ ജീൻ എക്സ്പ്രഷനും ക്രോമസോമൽ ഫങ്ഷനും ഉണ്ടാക്കി ബയോകെമിക്കൽ ഗ്രോത്ത് ആ സെല്ലിൽ കാണിക്കും. അതായത് ഈ ഡയഗ്രത്തിൽ നോക്കാം. ഇത് ഹോർമോൺ, ഇത് റിസപ്റ്റർ. ഹോർമോൺ റിസപ്റ്റർ ഉണ്ടായി, ഹോർമോൺ റിസപ്റ്റർ കോംപ്ലക്സ് ഉണ്ടായി. ഇനി ഇങ്ങനെ മെംബ്രെയിന്റെ ഉള്ളിൽ തന്നെയാണ് റിസപ്റ്റർ, മെംബ്രെയിൻ ബൗണ്ട് റിസപ്റ്റർ. അപ്പൊ ഇതിന് ഉള്ളിലേക്ക് കടക്കാൻ പറ്റില്ല. പക്ഷെ ഇത് വന്ന് കടന്ന എങ്ങനെയാണ് നമുക്ക് നമ്മളുടെ സെല്ലിന്റെ ഉള്ളിലല്ലേ ന്യൂക്ലിയസും ജീൻ എക്സ്പ്രഷൻ ഒക്കെ നടക്കണമെങ്കിൽ ന്യൂക്ലിയസിന്റെ ഉള്ളിലേക്ക് പോകണം. അത് പോകണമെങ്കിൽ ഇനി എന്ത് ചെയ്യും? വേറെ ആളെ ഇവർ ആക്ടിവേറ്റ് ചെയ്യും. അതാണ് സെക്കൻഡറി മെസ്സഞ്ചർ. ഈ സെക്കൻഡറി മെസ്സഞ്ചർ ആണ് മെയിൻലി കാൽഷ്യം അയോൺസും സൈക്ലിക് AMP.
ഇവരെന്ത് ചെയ്യും, ഇതിന് കുറച്ച് ചേഞ്ചസ് ഉണ്ടാവും. ബയോകെമിക്കൽ റെസ്പോൺസ് കഴിഞ്ഞ് അവർ ജീൻ എക്സ്പ്രഷൻ ഉണ്ടാക്കി ഫിസിയോളജിക്കൽ റെസ്പോൺസസ് ഉണ്ടാക്കും ഒവേറിയൻ ഗ്രോത്ത്. ഇനി ചില ഹോർമോൺസ്, അതായത് ഈ മെയിൻലി ഫാറ്റ് സോല്യൂബിൾ ഹോർമോൺസ്, അതായത് ഈ സ്റ്റിറോയിഡ്സ്, ഈസ്ട്രജൻ ഒക്കെ എന്ത് ചെയ്യും, ഈ മെംബ്രെയിൻ ക്രോസ് ചെയ്ത് ഡയറക്റ്റ് അവിടെ ഹോർമോൺ റിസപ്റ്റർ കോംപ്ലക്സ് സെല്ലിന്റെ ഉള്ളിൽ നടക്കും. എന്നിട്ട് അവരെന്ത് ന്യൂക്ലിയസിന്റെ ഉള്ളില് ജീനോം ഉണ്ട്, അത് mRNA ആവും, പ്രോട്ടീൻസ് ആവും. അങ്ങനെയാണ് ടിഷ്യൂ ഗ്രോത്തും ഡിഫറൻസിയേഷനും നടക്കണം. അപ്പൊ ആദ്യത്തെ സാധനം എന്താ, ആദ്യത്തെ മെക്കാനിസം എന്ന് വെച്ചാൽ പ്രോട്ടീൻ ഹോർമോൺസിലാണ്. കാരണം നമ്മളുടെ മെംബ്രെയിൻ എന്താ, നമ്മൾ സെൽ യൂണിറ്റ് ഓഫ് ലൈഫിൽ പഠിച്ചത്, അത് ഫോസ്ഫോലിപ്പിഡ് ബൈലെയർ. അപ്പൊ പ്രോട്ടീൻ ലിപ്പിഡ് ഇൻസോല്യൂബിൾ അല്ല, അപ്പൊ അത് കടക്കാൻ പറ്റില്ല. അപ്പൊ അങ്ങനെയുള്ളതിനാണ് അവർ സെക്കൻഡറി മെസ്സഞ്ചേഴ്സ് ആയി സൈക്ലിക് AMP, കാൽഷ്യം അയോൺസ് വെച്ച് അവർ ഇറങ്ങും. ഓക്കെ, അപ്പൊ ഇതാണ് രണ്ട് മെക്കാനിസം ഓഫ് ഗ്രോത്ത്, എന്താ പറയാ, ഹോർമോൺ റിസപ്റ്റർ. അപ്പൊ മനസ്സിലായല്ലോ. ഇനി ഞാൻ കുറച്ച് എക്സ്ട്രാ പോയിന്റ്സ് പറഞ്ഞുതരാം. ഓക്കെ, അതായത് ഇതിന്റെ എക്സ്ട്രാ പോയിന്റ് ഞാൻ പറഞ്ഞുതരാൻ പോണു, മെക്കാനിസം ഓഫ് ഹോർമോൺ ആക്ഷൻ. അപ്പൊ നമ്മളുടെ ഇതാണ് ഒരു സെല്ല്, ഇതാണ് സെൽ മെംബ്രെയിൻ. ഇതിലെന്താ, ഇവിടെയാണ് ഒരു ട്രാൻസ് മെംബ്രെയിൻ പ്രോട്ടീൻ ഉണ്ട്. ഇതാണ് നമ്മളുടെ ഹോർമോൺ. ഇപ്പൊ ഹോർമോൺ ഇവിടെ വന്ന് അറ്റാച്ച് ആയി, ഹോർമോൺ റിസപ്റ്റർ കോംപ്ലക്സ് ആയി. ഈ റിസപ്റ്ററിന് ചുറ്റും ഒരു ജി പ്രോട്ടീൻ എന്ന് പറഞ്ഞ 7 ട്രാൻസ് മെംബ്രെയിൻ റിസപ്റ്റർ പ്രോട്ടീൻ ഉണ്ട്. ഇതിന് അറ്റാച്ച് ആയിട്ട് ഒരു എന്താ പറയാ ജി പ്രോട്ടീൻ കാണും. ഈ ജി പ്രോട്ടീൻ എന്താ, അഡിനൈൽ സൈക്ലേസ് എന്ന് പറഞ്ഞ എൻസൈം ഉണ്ട്. അവരെന്താ ATP എന്താക്കും, സൈക്ലിക് AMP. ഈ സൈക്ലിക് AMP സെക്കൻഡറി മെസ്സഞ്ചർ ആണെന്ന്. അവരെന്ത് ചെയ്യും, ഈ പ്രോട്ടീൻ കൈനേസിനെ ആക്ടിവേറ്റ് ചെയ്യും. ആ പ്രോട്ടീൻ കൈനേസിനെ ആക്ടിവേറ്റ് ചെയ്തിട്ടാണ് നമ്മളുടെ ജീൻ എക്സ്പ്രഷനും എന്താ പറയാ കൺട്രാക്ഷൻ, റിലാക്സേഷനോ എന്താണോ ഫങ്ഷൻ, ഹോർമോണിന് ചെയ്യാനുള്ള ഫങ്ഷൻ, അത് അവർ ചെയ്യും. ഓക്കെ, ഇനി സ്റ്റിറോയിഡ് ഹോർമോൺസ് എങ്ങനെയാ, അവർ ഡയറക്റ്റ് സെല്ലിന്റെ ഉള്ളിൽ കടന്ന് നമ്മള് DNA പ്രോട്ടീൻസിനെ ചേഞ്ച് ചെയ്ത് അവിടെ ട്രാൻസ്ലേഷൻ നടത്തി mRNA ഉണ്ടാക്കി എന്ത് ചെയ്യും, റൈബോസോംസ് ഉണ്ടാക്കും, എന്നിട്ട് റെസ്പോൺസ് വരും. ഇതാണ് മെക്കാനിസം. ഇനി ഞാൻ കുറച്ച് ഡിസീസസ് പറഞ്ഞുതരാം, ഈ ഹോർമോണൽ ഇറഗുലാരിറ്റീസ് കൊണ്ട് ഉണ്ടാക്കുന്ന ഡിസീസസ്. അപ്പൊ ഫസ്റ്റ് ഡിസീസ് നിങ്ങൾ പറയണ, ഞാൻ ഇപ്പൊ എഴുതും, നിങ്ങൾ പക്ഷെ ആൻസർ പറയും. ഡ്വാർഫിസം. ഡ്വാർഫിസം എന്തുകൊണ്ടാണ് ഉണ്ടാക്കണത്, അതെന്താ, നമ്മളെ ഗ്രോത്ത് ഹോർമോൺ ഡെഫിഷ്യൻസി കാരണം ഡ്വാർഫിസം. ഇനി അടുത്തത് ജൈജാൻഡിസം. എന്താ, ഈ കുട്ടികളില് എക്സസ് ഗ്രോത്ത് ഹോർമോൺ ഇൻ ചിൽഡ്രൻ. മൂന്നാമത്തെയാണ് ആക്രോമെഗാലി. എന്താ, എക്സസ് ഗ്രോത്ത് ഹോർമോൺ, അത് പക്ഷെ അഡൽട്സിൽ. ഇനി ഡയബറ്റിസ് ഇൻസിപ്പിഡസ്. ഇത് നിങ്ങൾ പറ, എന്തിന്റെ ഡെഫിഷ്യൻസിയോ കൂടുതലോ കാരണമാണ്, എക്സസ് കാരണമാണോ? ഡയബറ്റിസ് ഇൻസിപ്പിഡസ് എന്താ, ഡെഫിഷ്യൻസിയാണ് ADHന്റെ. അത് കാരണം വാട്ടർ റീഅബ്സോർപ്ഷൻ നടക്കില്ല, വെള്ളം അങ്ങനെ ഡൈല്യൂട്ടായി മൂത്രമായി പോകും. ഇനി ക്രെറ്റിനിസം. ഇത് നിങ്ങൾക്കറിയാം, പറ. തൈറോക്സിൻ ഡെഫിഷ്യൻസി. ഈ പ്രഗ്നന്റ് ഹൈപ്പോതൈറോയിഡിസം ഇൻ പ്രഗ്നന്റ് ഫീമെയിൽസ് ആണ്. അപ്പൊ കുട്ടികളിൽ മെന്റൽ റിട്ടാർഡേഷൻ, സ്റ്റാൻഡേർഡ് ഗ്രോത്ത് ഉള്ള കുട്ടികൾ ഉണ്ടാവണതാണ്. ഇനി സിമ്പിൾ ഗോയിറ്ററും തൈറോക്സിൻ ഡെഫിഷ്യൻസി കാരണം. തൈറോയിഡ് ഡെഫിഷ്യൻസി അല്ല, തൈറോക്സിൻ ഡെഫിഷ്യൻസിയാണ്, തൈറോയിഡ് ഹോർമോൺ ഇതാണ്. ഇനി വേറെയാണ് മിക്സെഡിമ. അതും തൈറോക്സിൻ ഡെഫിഷ്യൻസിയാണ്. ഇനി എന്താ, ടെറ്റനി ഞാൻ പറഞ്ഞു തന്നിട്ടില്ല, അത് പറഞ്ഞുതരാം. പാരാതൈറോയിഡ് ഹോർമോൺ ഡെഫിഷ്യൻസി കാരണം ടെറ്റനി ഉണ്ടാവുക. അപ്പോഴാണ് ഈ എല്ലൊക്കെ പൊട്ടാൻ സാധ്യതയുണ്ട്. പിന്നെ ഈ കാൽഷ്യം എന്താ, ഈ സ്റ്റിമുലസ് നെർവ്
കണ്ടക്ഷന് ആവശ്യമാണ്. അപ്പൊ കാൽഷ്യം ഇല്ലെങ്കിൽ എന്താവും, ഈ നംനെസ് ആവും നമ്മുടെ കയ്യിൽ. പിന്നെന്താ, എഡിസൺസ് ഡിസീസ്, ഇതൊന്നും ഞാൻ പറഞ്ഞു. അത് നമ്മളുടെ ഗ്ലൂക്കോകോർട്ടിക്കോയിഡ് ആൻഡ് മിനറലോകോർട്ടിക്കോയിഡ് ഡെഫിഷ്യൻസി. ഇനി 10ാമത്തെയാണ് കുഷിംഗ് ഡിസീസ്. അതാണ് നമ്മൾ എക്സസ് കോർട്ടിക്കോസ്റ്റീറോയിഡ്. അപ്പൊ ഇതാണ് കുറച്ച് ഡിസീസസ്. ഇത് MCQയുടെ നീറ്റില് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. ഓക്കെ, ഇനി നമുക്ക് വേറെ എക്സ്ട്രാ എന്ത് ചെയ്യാം, നമുക്ക് സമയമുള്ളതുകൊണ്ട് നമുക്ക് കുറച്ച് എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് ചെയ്യാം. അതിന് മുമ്പ് നമുക്ക് ഒന്ന് സമ്മറൈസ് ചെയ്ത് NCERT ബാക്ക് ടെക്സ്റ്റ് ബുക്ക് ക്വസ്റ്റ്യൻസ് ചെയ്യാം. ഓക്കെ, അപ്പോ ഫസ്റ്റ് ഹോർമോൺസ് എന്താ? ഹോർമോൺസ് കുറച്ച് സ്പെഷ്യൽ കെമിക്കൽസ് ആണ്. അവരാണ് നമ്മൾ കെമിക്കൽ കോർഡിനേഷൻ, ഇന്റഗ്രേഷൻ ഒക്കെ സഹായിക്കുന്നത് അവരാണ്. ഇനി ഈ ഹോർമോൺസ് എന്ത് ചെയ്യും? മെറ്റബോളിസം, ഗ്രോത്ത് അല്ലെങ്കിൽ ഡെവലപ്മെന്റും അല്ലെങ്കിൽ ചില ഹോർമോൺസ് എന്താ വേറെ എൻഡോക്രൈൻ ഗ്ലാൻഡിനെ പോയി സ്റ്റിമുലേറ്റ് ചെയ്ത് എന്താക്കും? വേറെ എൻഡോക്രൈൻ ഗ്ലാൻഡിനെ സ്റ്റിമുലേറ്റ് ചെയ്ത് ഹോർമോൺസ് സെക്രീറ്റ് ചെയ്യും. അതിനെയാണ് നമ്മൾ ട്രോഫിക് ഹോർമോൺസ് എന്ന് പറയാം. ഇനി നമ്മളുടെ ഹ്യൂമൻ എൻഡോക്രൈൻ സിസ്റ്റത്തിൽ എന്താ? ഹൈപ്പോതലാമസ് ഉണ്ട്, പിറ്റ്യൂട്ടറി ഉണ്ട്, പീനിയൽ ഗ്ലാൻഡ് ഉണ്ട്, തൈറോയിഡ്, തൈമസ്, അഡ്രീനൽ ഗ്ലാൻഡ്, പാൻക്രിയാസ്, പാരാതൈറോയിഡ്, ഗൊനാഡ്സ്. ഇതല്ലാണ്ട് കുറച്ച് ഓർഗൻസ്, നോർമൽ ഓർഗൻസ് ആയ ഹാർട്ട്, കിഡ്നി, പിന്നെ GIT ഹോർമോൺസ് സെക്രീറ്റ് ചെയ്യും. ഹാർട്ട് സെക്രീറ്റ് ചെയ്യുന്ന ഹോർമോൺ എന്താ? നമുക്കറിയാലോ, പറ, ഏതാ? ഏട്രിയൽ നേട്രിയൂറിറ്റിക് ഫാക്ടർ. കിഡ്നി സെക്രീറ്റ് ചെയ്യുന്ന എറിത്രോപോയറ്റിൻ. GIT സെക്രീറ്റ് ചെയ്യുന്ന ഗ്യാസ്ട്രിൻ, സെക്രീറ്റിൻ, കോളിസിസ്റ്റോകൈനിൻ എന്ന് പറഞ്ഞ ഹോർമോൺസ് ആണ് GIT സെക്രീറ്റ് ചെയ്യുക. ഇനി നമ്മൾ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് എന്താ? 3 പാർട്ടായി ഡിവൈഡ് ചെയ്യുന്നു. പാർസ് ഡിസ്റ്റാലിസ്, പാർസ് ഇന്റർമീഡിയ ആൻഡ് പാർസ് നെർവോസ. പാർസ് ഡിസ്റ്റാലിസ് എന്ന് പറയുന്നത് നമ്മൾ ആന്റീരിയർ പിറ്റ്യൂട്ടറി. അവരാണ് ഈ FSH, LH, ACTH അങ്ങനെ നോർമൽ എല്ലാ ഹോർമോൺസ് അവര് സെക്രീറ്റ് ചെയ്യും. പക്ഷെ പാർസ് ഇന്റർമീഡിയ മെലാനോസൈറ്റ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോണിനെയാണ് സെക്രീറ്റ് ചെയ്യിപ്പിക്കുക. പിന്നെയുള്ള പാർസ് ഡിസ്റ്റാലിസ് എന്താ? പാർസ് ഡിസ്റ്റാലിസ് അല്ല, പാർസ് നെർവോസയാണ് നമ്മളുടെ ഓക്സിറ്റോസിനും ADH റിലീസ് ചെയ്യുന്നത്. ഇനി പിറ്റ്യൂട്ടറി ഇത് റിലീസ് ചെയ്യും. പക്ഷെ പിറ്റ്യൂട്ടറിക്ക് ഈ ഹോർമോൺസ് എവിടെ നിന്ന് കിട്ടണം? അത് ഹൈപ്പോതലാമസിൽ സ്റ്റോർ ചെയ്ത് വെക്കും. ആന്റീരിയർ പിറ്റ്യൂട്ടറി അത് പോർട്ടൽ സിസ്റ്റം വഴി കിട്ടും. പക്ഷെ പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറി ഡയറക്റ്റ് നെർവ് സിഗ്നൽസ്, അത് ന്യൂറോൺ വഴിയാണ് അവർക്ക് കിട്ടുന്നത്. ഇനി അടുത്ത ഗ്ലാൻഡ് ആണ് പീനിയൽ ഗ്ലാൻഡ് എന്താ? മെലറ്റോണിൻ സെക്രീറ്റ് ചെയ്യും. നമ്മുടെ സ്ലീപ്പ് വേക്ക് സൈക്കിൾ, മറ്റ് സർക്കേഡിയൻ റിതം ആൻഡ് ഡയഗണൽ റിതം ആണ് അവര് മെയിൻറ്റെയിൻ ചെയ്യാം. ഇനി തൈറോയിഡ് ഗ്ലാൻഡ് സെക്രീറ്റ് ചെയ്യുന്ന തൈറോക്സിൻ, അതായത് T3, T4 ആണ്. അവര് ഈ ഗ്രോത്ത്, മെറ്റബോളിസം, ഹാർട്ട് റേറ്റ്, റെസ്പിറേറ്ററി റേറ്റ് അല്ലെങ്കിൽ നമ്മളുടെ എല്ലാ BMR ഇതിനെയൊക്കെയാണ് അവർ മെയിൻറ്റെയിൻ ചെയ്യുക. മെൻസ്ട്രുവൽ സൈക്കിൾ ഫീമെയിൽസിലൊക്കെ അവർ മെയിൻറ്റെയിൻ ചെയ്യും. ഇനി വേറൊരു തൈറോയ്ഡ് ഹോർമോൺ ഉണ്ട്, തൈറോകാൽസിറ്റോണിൻ. അതും നമ്മൾ ബ്ലഡ് കാൽഷ്യം ലെവൽസ് മെയിൻറ്റെയിൻ ചെയ്യും. എങ്ങനെ? ബ്ലഡ് കാൽഷ്യം ലെവൽ അവർ കുറയ്ക്കും. കാൽസിറ്റോണിൻ ഡിക്രീസിങ്. ഇനി പാരാതൈറോയ്ഡ് ഹോർമോൺ അതെവിടെ സിറ്റുവേറ്റഡ്? പാരാതൈറോയ്ഡ് ഹോർമോൺ ആക്ച്വലി നമ്മളുടെ തൈറോയ്ഡ് ഗ്ലാൻഡിൽ പോസ്റ്റീരിയർ ആയിട്ട് 4 ഗ്ലാൻഡ് ഉണ്ട്. അതാണ് പാരാതൈറോയ്ഡ് ഹോർമോൺ. അത് സെക്രീറ്റ് ചെയ്തതാണ് പാരാതൈറോയ്ഡ് ഹോർമോൺ. അത് ബ്ലഡ് കാൽഷ്യം ലെവൽ കൂട്ടും. എങ്ങനെ കൂട്ടും? ഈ ബോണിന്ന് റീസോപ്ഷൻ ഉണ്ടാക്കും. പിന്നെ ബോണിന്ന് റീസോപ്ഷൻ ചെയ്യും. പിന്നെ എന്ത് ചെയ്യും? നമ്മളുടെ GIT റീഅബ്സോർബിങ്, റീനൽ ട്യൂബ്യൂൾസ് റീഅബ്സോർബിങ് കാൽഷ്യം, എന്നിട്ട് കാൽഷ്യം ലെവൽ കൂട്ടും. ഇനി ഇതല്ലാണ്ട് നമ്മളുടെ ലങ്സിന്റെ ബാക്കിലായി കാണുന്ന അയോട്ടയുടെ പിന്നിലായിട്ട് തൈമസ് എന്ന ഗ്ലാൻഡ് ഉണ്ട്. തൈമോസിൻ സെക്രീറ്റ് ചെയ്ത് നമ്മൾ ബോഡിയിൽ ഇമ്മ്യൂണിറ്റി മെയിൻറ്റെയിൻ ചെയ്യും. അത് കാരണമാണ് ഈ വയസ്സായവരുടെ ഇമ്മ്യൂണിറ്റി കുറയാൻ കാരണം എന്താ? ഈ തൈമസ് ഗ്ലാൻഡ് ഡീജനറേറ്റ് ആവും. അപ്പോൾ അവർക്ക് ഇമ്മ്യൂണിറ്റി കിട്ടില്ല. അപ്പൊ ഇൻഫെക്ഷൻസും അല്ലെങ്കിൽ ഓരോ അസുഖങ്ങൾക്ക് അവർ കൂടുതൽ പ്രോൺ ആയിരിക്കും അവര്. ഇനി നമുക്ക് നോക്കേണ്ടത് നമ്മൾ അഡ്രീനൽ ഗ്ലാൻഡ് എന്താ? അഡ്രീനൽ കോർട്ടെക്സ് ഉണ്ട്, അഡ്രീനൽ മെഡുല്ല ഉണ്ട്. അഡ്രീനൽ മെഡുല്ല മെയിൻലി കാറ്റക്കോളിമീൻസ്, എപ്പിനെഫ്രിൻ, നോറെപ്പിനെഫ്രിനും സെക്രീറ്റ് ചെയ്യും. അവർ ഫൈറ്റ് ആൻഡ് ഫ്ലൈറ്റ് ഹോർമോൺ ആണ്. അവര് നമ്മൾ അലേർട്ട്നെസ് കൂട്ടും, ഹാർട്ട് റേറ്റ് കൂട്ടും, സ്വെറ്റിംഗ്, പൈലോറക്ഷൻ എക്സെട്ര.
പിന്നെ അവർ ഗ്ലൈക്കോജിനോലൈസിസ് ആക്കും, പ്രോട്ടിയോലൈസിസ്, ലിപ്പിഡ് ലൈസിസ്. ഇതല്ലാണ്ട് അഡ്രീനൽ കോർട്ടെക്സ് ഉണ്ട്. അഡ്രീനൽ കോർട്ടെക്സ് എന്താ, അവര് ഗ്ലൂക്കോകോർട്ടിക്കോയിഡ്സ് ആണ് സെക്രീറ്റ് ചെയ്യുക, ആൻഡ് മിനറോകോർട്ടിക്കോയിഡ്സ്. ഗ്ലൂക്കോകോർട്ടിക്കോയിഡ്സ് കാർബോഹൈഡ്രേറ്റ് മെറ്റബോളിസത്തിന് സഹായിക്കും. മിനറോകോർട്ടിക്കോയിഡ്സ് വാട്ടർ ആൻഡ് ഇലക്ട്രോലൈറ്റ് ഇംബാലൻസ്. ഇനി നമ്മൾ പാൻക്രിയാസ് ഒരു ഹെട്രോക്രൈൻ ഗ്ലാൻഡ് ആണെന്ന് നമുക്കറിയാം. ഹെട്രോക്രൈൻ ഗ്ലാൻഡ് എന്ന് പറയുന്നത് എന്താ, അതിന് എക്സോക്രൈൻ പാർട്ടും ഉണ്ട്, എൻഡോക്രൈൻ പാർട്ടും ഉണ്ട്. എക്സോക്രൈൻ പാർട്ടാണ് നമ്മളുടെ ഈ ഡൈജസ്റ്റീവ് എൻസൈംസ്. എൻഡോക്രൈൻ പാർട്ട് മെയിൻലി അതിൽ ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസ് എന്ന സെൽസ് ഉണ്ട്. ഐലറ്റ് എന്ന് പറയുന്നത് ഒരു ഐലൻഡ് ആണ്, ചെറിയ ചെറിയ സെൽസ്. അതിൽ ആൽഫ സെൽ ഗ്ലൂക്കോൺ സെക്രീറ്റ് ചെയ്യും, ബീറ്റ സെൽ ഇൻസുലിൻ. അപ്പൊ ഇതിന്റെ ഫംഗ്ഷൻ എന്താ, ആൽഫ സെല്ലിൽ ഗ്ലൂക്കോൺ അവർ ഗ്ലൂക്കോസ് ലെവൽ മെയിൻറ്റെയിൻ ചെയ്യും. എങ്ങനെ, അവര് ഗ്ലൂക്കോസ് ലെവൽ കൂട്ടുകയാണ് ചെയ്യുക. അങ്ങനെ എങ്ങനെ കൂട്ടാൻ, നമുക്ക് ഗ്ലൈക്കോജൻ ബ്രേക്ക് ഡൗൺ ചെയ്യും. അവര് ലിവർ ഹെപ്പാറ്റോസൈറ്റ്സിൽ ആക്ട് ചെയ്ത് ഗ്ലൈക്കോജൻ ബ്രേക്ക് ഡൗൺ ഉണ്ടാവും. അപ്പൊ ഗ്ലൂക്കോസ് കൂടും. എന്നുവെച്ചാൽ നമ്മുടെ ബോഡിയിൽ ഗ്ലൂക്കോസ് കുറവായ സമയത്ത് ഗ്ലൂക്കോൺ ആക്ട് ചെയ്യും. ഇനി ഇതിനെ കുറയ്ക്കും, ഇനി വല്ലാണ്ട് ഗ്ലൂക്കോൺ ഇങ്ങനെ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുക, എന്നിട്ട് നമുക്ക് എന്താ ഗ്ലൂക്കോസ് ലെവൽ കൂടുക. അപ്പൊ അതിനെ കുറയ്ക്കണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, ഗ്ലൂക്കോസ് ഇൻഹിബിറ്റിംഗ്, അതായത് ബീറ്റ സെല്ല് ഇൻസുലിൻ എന്ന ഹോർമോൺ സെക്രീറ്റ് ചെയ്യും. അവര് ഈ എന്താ നമ്മുടെ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ കൂടുതലാണെങ്കിൽ ഈ സ്കെൽറ്റൽ മസിൽ അഡിപ്പോസ് ടിഷ്യൂവിലേക്ക് റീഅപ്ടേക്ക് കൂട്ടും. അല്ലെങ്കിൽ അവര് ഗ്ലൈക്കോജെനസിസ് ആക്കും, ഗ്ലൂക്കോസ് ഗ്ലൈക്കോജൻ ഉണ്ടാക്കും, എന്നിട്ട് സ്റ്റോർ ചെയ്യും. അപ്പൊ ഇത് രണ്ടും കൂടി ചേർന്നാണ് നമ്മുടെ ബോഡിയിൽ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ മെയിൻറ്റെയിൻ ചെയ്യണം. ഇനി അത് കഴിഞ്ഞിട്ട് നമ്മള് ഗൊണാഡ്സും കുറച്ച് ഇതിനു മുമ്പ് ഇൻസുലിൻ ഡെഫിഷ്യന്റ് ആണെങ്കിൽ എന്ത് ഉണ്ടാവും, നമ്മുടെ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ സ്പൈക്ക് ആയിരിക്കും. അപ്പോൾ എന്താ പറയുക, ഗ്ലൂക്കോഗോൺ ഇങ്ങനെ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ കൂട്ടിക്കൊണ്ടിരിക്കുക, പക്ഷെ ഇൻസുലിൻ ആക്ട് ചെയ്യാനില്ല, കൗണ്ടർ ആക്ട് ചെയ്യാൻ. അപ്പൊ അങ്ങനെ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ ഹൈപ്പർ ഗ്ലൈസിമിക് സ്റ്റേറ്റ് ആണ് ഡയബറ്റിസ് മെലൈറ്റസ്. ഡയബറ്റിസ് മെലൈറ്റസ് 2 ടൈപ്പ് ഉണ്ട്. ഒന്ന് ടൈപ്പ് 1ഉം ടൈപ്പ് 2. ടൈപ്പ് 1 ഡയബറ്റിസ് മെലൈറ്റസ് എന്ന് പറയുന്നത് ഈ നമ്മളുടെ ബീറ്റ സെൽസ് ഇല്ലേ, ഈ ബീറ്റ സെൽസിനെതിരെ ഓട്ടോ ആന്റിബോഡീസ് എന്ന് വെച്ചാൽ നമ്മളുടെ ബോഡിയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആന്റിബോഡീസ് തന്നെ ഈ ബീറ്റ സെൽസിനെ പോയി അറ്റാക്ക് ചെയ്ത് അവർ കൊല്ലും. അപ്പൊ ബീറ്റ സെൽസിനെ അറ്റാക്ക് ചെയ്ത് കൊന്ന എന്താ, ഇൻസുലിൻ സെക്രീറ്റ് ആവോ, ഇല്ല. അപ്പൊ അവിടെ എന്താ, ഇൻസുലിൻ ഡെഫിഷ്യന്റ് ആവും. അപ്പൊ ആ ഇൻസുലിൻ ഡെഫിഷ്യൻസി കാരണം ഹൈപ്പർഗ്ലൈസിമിയ ഉണ്ടായതാണ് ടൈപ്പ് 1 ഡയബറ്റിസ് മെലൈറ്റസ്. ടൈപ്പ് 1 ഡയബറ്റിസ് മെലൈറ്റസ് ഇൻസുലിൻ ഡെഫിഷ്യൻസി ആയതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇൻസുലിൻ തെറാപ്പീസ് സ്റ്റാർട്ട് ചെയ്യാം പേഷ്യന്റിന്. ഇതല്ലാണ്ട് ഈ ചിലർ ഇൻസുലിൻ പ്രൊഡക്ഷനും ബീറ്റ സെൽസ് ഒക്കെ നോർമലാണ്, പക്ഷെ എന്താ ഈ ഇൻസുലിൻ റിസെപ്റ്റേഴ്സിന് എന്തോ പ്രത്യേകം എന്ന് വെച്ചാൽ ഇൻസുലിൻ റിസെപ്റ്ററിൽ വന്ന് ആക്ട് ചെയ്യും, പക്ഷെ ആക്ഷൻ ഒന്നും ഇല്ല. അതിനെയാണ് പറയുന്നത് റെസിസ്റ്റൻസ്. ഈ റെസിസ്റ്റൻസ് ടു ഇൻസുലിൻ മെയിൻലി കാണുന്ന ഈ ഒബീസ് അല്ലെങ്കിൽ സെഡൻഡറി ലൈഫ് സ്റ്റൈലുള്ള ആൾക്കാരില്ലേ, എക്സസൈസ് ചെയ്യില്ല, ഭക്ഷണം ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഹൈപ്പർ ലിപ്പിഡമിക് സ്റ്റേറ്റ്. ഈ ഒബീസ് ആയ പേഷ്യൻസിനാണ് ഈ എന്താ പറയാ ടൈപ്പ് 2 ഡയബറ്റിസ് മെലൈറ്റിസ് കാണാം. ഇതിൽ ഇൻസുലിന്റെ കുറവല്ല, ഇൻസുലിൻ ഉണ്ട്. അപ്പൊ നമുക്ക് ആ ഇവരുടെ ട്രീറ്റ്മെന്റിന് കുറച്ച് ഓറൽ ഹൈപ്പോഗ്ലൈസമിക് ഏജൻസ് ഉണ്ട്. അതെന്താന്ന് ഇപ്പൊ ഞാൻ പറയുന്നില്ല, കാരണം നിങ്ങളിത് നീറ്റ് ക്രാക്ക് ചെയ്ത് ഞാൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾ നീറ്റ് ക്രാക്ക് ചെയ്ത് നല്ലൊരു മെഡിക്കൽ കോളേജ്, അതായത് എയിംസിൽ തന്നെ നിങ്ങൾ പഠിക്കും, എന്റെ ജൂനിയറായി വരണം തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പൊ ഇതാണ് ഡയബറ്റിസ് മെലൈറ്റസ്. ഇനി നമ്മളുടെ ടെസ്റ്റിസും ഓവറിയും എന്താ, അവര് പ്രൈമറി സെക്സ് ഓർഗൻസും ആണ്, പക്ഷെ അവര് ഹോർമോൺസും സെക്രീറ്റ് ചെയ്യും. അതായത് ടെസ്റ്റിസ് ആണെങ്കിൽ ടെസ്റ്റോസ്റ്റെറോൺ, ഓവറി ആണെങ്കിൽ ഈസ്ട്രോജനും പ്രൊജസ്ട്രോണും. മനസ്സിലായല്ലോ. പിന്നെ ഇതല്ലാണ്ട് നമ്മൾ മെക്കാനിസം ഓഫ് ഹോർമോൺ ആക്ഷൻസ്, ഹോർമോൺ എങ്ങനെ റിസെപ്റ്ററായി ബൈൻഡ് ചെയ്ത് ആക്ട് ചെയ്യുന്നു പഠിച്ചു. പിന്നെ കെമിക്കൽ നേച്ചർ ഓഫ് ഹോർമോൺസ് അനുസരിച്ച് ടൈപ്പ് ഓഫ് ഹോർമോൺസ് നമ്മൾ പറഞ്ഞു, അതായത് പ്രോട്ടീൻസ്, സ്റ്റിറോയിഡ്സ്, ഐഡോതൈറോണിൻസ് അല്ലെങ്കിൽ അമിനോ ആസിഡ്സ്. അതിന്റെ എക്സാമ്പിൾസ് നിങ്ങൾ പഠിച്ചു വെക്കാം. ഓക്കെ, അപ്പോ നമുക്ക് NCERT ക്വസ്റ്റ്യൻസിന് ചെയ്യാം. ഡിഫൈൻ ദ ഫോളോയിങ്. ഫസ്റ്റ് എന്താ, എക്സോക്രൈൻ ഗ്ലാൻഡ്. അപ്പൊ ഞാൻ ഇവിടെ എഴുതാം. എക്സോക്രൈൻ ഗ്ലാൻഡ് എന്താ നിങ്ങൾ പറയാം, ഡക്റ്റുള്ള ഗ്ലാൻഡ്സ് ആണ് എക്സോക്രൈൻ ഗ്ലാൻഡ്. അതിന്റെ എക്സാമ്പിൾ എന്താ, സ്വെറ്റ് ആൻഡ് സെബേഷ്യസ് ഗ്ലാൻഡ്സ് അല്ലെങ്കിൽ സലൈവറി ഗ്ലാൻഡ്സ്. സലൈവറി. ഓക്കെ,
എക്സോക്രൈൻ ഗ്ലാൻഡ്. ഈ എൻഡോക്രൈൻ ഗ്ലാൻഡ് എന്താ? എൻഡോക്രൈൻ ഗ്ലാൻഡ് ഐസൊലേറ്റഡ് ഗ്ലാൻഡ് ആണ്. അവർക്ക് ഡക്റ്റ് ഇല്ല. ഡക്റ്റ് ഇല്ലാണ്ട് ഡയറക്റ്റ് ബ്ലഡിൽ അവര് സെക്രീഷൻസ് പോർ ചെയ്യും. എന്നിട്ട് അതാണ് ടാർഗറ്റ് ഓർഗനിൽ പോയി ഹോർമോൺ റിസെപ്റ്റർ കോംപ്ലക്സ് ഉണ്ടാക്കും. ഓക്കെ, ഈ ഹോർമോൺ എന്താ? ഹോർമോൺ ഇസ് എ സബ്സ്റ്റൻസ് ദാറ്റ് ഇസ് മാനുഫാക്ചേർഡ് ആൻഡ് സെക്രീറ്റഡ് കുറച്ച് എമൗണ്ട്സ്, അതായത് സ്മോൾ എമൗണ്ട്സ് ഇൻ ടു ദ ബ്ലഡ് സ്ട്രീം ബൈ ആര്? ബ്ലഡ് സ്ട്രീമിലാണെങ്കിൽ ഡയറക്റ്റ് സെക്രീറ്റ് ചെയ്യണ ആരാ? എൻഡോക്രൈൻ ഗ്ലാൻഡ്. അല്ലെങ്കിൽ കുറച്ച് സ്പെഷ്യലൈസ്ഡ് നെർവ് സെൽസ് for functioning and growth of a specific tissue or organ in the distant part of the body. ഇതാണ് നമ്മളുടെ ഹോർമോൺ. ഇനി ഡയഗ്രമാറ്റിക്കലി ഇൻഡിക്കേറ്റ് ദ ലൊക്കേഷൻ ഓഫ് വേരിയസ് എൻഡോക്രൈൻ ഗ്ലാൻഡ്സ് ഇൻ അവർ ബോഡി. അത് നമ്മളെ NCERT-യിലുള്ള ഡയഗ്രം ഉണ്ട്, അത് നിങ്ങൾ പഠിച്ചു വെക്കാം. അത് സ്കൂൾ എക്സാമിനും ചോദിക്കാം, നമ്മളുടെ നീറ്റിന് ലേബിൾ ചെയ്യാൻ വരാം. അപ്പൊ ബ്രെയിനിൽ ഒരു ഹൈപ്പോതലാമസ് ഉണ്ട്, പീനിയൽ ഉണ്ട്, ഹൈപ്പോതലാമസ് താഴെ പിറ്റ്യൂട്ടറി ഉണ്ട്, സെല്ല ടേഴ്സിക്ക ബോണി കാവിറ്റിയിലാണ് അവർ സിറ്റുവേറ്റ് ചെയ്തിരിക്കണം. അത് കഴിഞ്ഞ് നമ്മളുടെ തൈറോയിഡും പാരാതൈറോയിഡും ഒരുമിച്ച്, പിന്നെ ബൈഫർക്കേഷൻ ഓഫ് ട്രക്കിയുടെ അവിടെ നമ്മുടെ തൈമസ്, പിന്നെ നമ്മുടെ പാൻക്രിയാസ്, അഡ്രീനൽസ്, ഓവറി, ടെസ്റ്റിസ്, ഇതൊക്കെയാണ് എൻഡോക്രൈൻ ഗ്ലാൻഡ്സ്. ഇനി ലിസ്റ്റ് ദ ഹോർമോൺ സെക്രീറ്റഡ് ബൈ ദ ഫോളോയിങ് ആണ്. സോറി, ഞാൻ ക്വസ്റ്റ്യൻ കാണിച്ചു തരാം. ഹൈപ്പോതലാമസ്. ഹൈപ്പോതലാമസ് എന്താ പ്രൊഡ്യൂസ് ചെയ്യുക? റിലീസിങ് ഹോർമോൺസും ഇൻഹിബിറ്റിംഗ് ഹോർമോൺസും. റിലീസിങ് ഹോർമോൺസ് എന്താ? തൈറോട്രോപ്പിൻ റിലീസിങ് ഹോർമോൺസ് ആവാം, അല്ലെങ്കിൽ കോർട്ടിക്കോട്രോപ്പിൻ റിലീസിങ് ഹോർമോൺ, ഫോളിക്കൽ സ്റ്റിമുലേറ്റിംഗ് റിലീസിങ് ഹോർമോൺ, ഇതൊക്കെ ഹൈപ്പോതലാമസ്. ഇനി ഇൻഹിബിറ്ററി ഹോർമോണായ എന്താ? സൊമാറ്റോസ്റ്റാറ്റിൻ. ഇനി പിറ്റ്യൂട്ടറി ഹോർമോൺസ് എന്താ? പിറ്റ്യൂട്ടറി ഹോർമോൺസ് ആന്റീരിയർ ലോബ് ആണെങ്കിൽ LH, FSH, TSH, ACTH, ഗ്രോത്ത് ഹോർമോൺ, ഇതൊക്കെയാണ് ആന്റീരിയർ പിറ്റ്യൂട്ടറി. പിന്നെ പാർസ് ഇന്റർമീഡിയറ്റ് സെക്രീറ്റ് ചെയ്യുന്ന ഒരു മെലാനോസൈറ്റ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ, പിന്നെ പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറി സെക്രീറ്റ് ചെയ്യുന്ന ഓക്സിറ്റോസിനും വാസോപ്രസിനും. തൈറോയിഡ് T3, T4, പിന്നെ തൈറോകാൽസിറ്റോണിൻ. പാരാതൈറോയ്ഡ് ഹോർമോൺ, അഡ്രീനലിൽ രണ്ടെണ്ണം ഉണ്ട്, കോർട്ടെക്സും മെഡുല്ല. കോർട്ടെക്സ് മെയിൻലി കോർട്ടിക്കോയിഡ്സ്, അതായത് ഗ്ലൂക്കോകോർട്ടിക്കോയിഡും മിനറലോകോർട്ടിക്കോയിഡ്സ്, അതായത് കോർട്ടിസോൾ, ആൽഡോസ്റ്റെറോൺ. അഡ്രീനൽ. മെഡുല്ല ആണെങ്കിൽ നമ്മളുടെ എന്താ പറയാ, എപ്പിനെഫ്രിൻ ആൻഡ് നോറെപ്പിനെഫ്രിൻ. പിന്നെ നമ്മൾ പാൻക്രിയാസ്, അത് ഗ്ലൂക്കോഗോൺ, ഇൻസുലിൻ. ടെസ്റ്റിസ് ആണെങ്കിൽ ടെസ്റ്റോസ്റ്റിറോൺ. ഓവറി ആണെങ്കിൽ നമ്മൾ ഈസ്ട്രോജൻ, പ്രൊജസ്ട്രോൺ. തൈമസ്, തൈമോസിൻ. ഏട്രിയ എന്ന് സെക്രീറ്റ് ചെയ്യും, ഏട്രിന്യൂററ്റിക് ഫാക്ടർ. പിന്നെ കിഡ്നി എന്താ? എറിത്രോപോയറ്റിൻ. GI ട്രാക്ട് സെക്രീട്രിൻ, ഗ്യാസ്ട്രിൻ, കോളിസിസ്റ്റോകൈനിൻ. ഓക്കെ, ഇനി fill in the blanks. ഹൈപ്പോതലാമിക് ഹോർമോൺസിന്റെ ടാർഗറ്റ് ഓർഗൻ എന്താ? അതെവിടെ ആക്ട് ചെയ്യുന്നത്? പിറ്റ്യൂട്ടറി, അറിയാലോ. ഈ TSH എവിടെ ആക്ട് ചെയ്യും? തൈറോയിഡ്. ഇനി ACTH എവിടെ പോയി ആക്ട് ചെയ്യും? അഡ്രീനൽ കോർട്ടെക്സ്. ഗൊണാഡോട്രോപ്പിൻസ് എവിടെ പോയി ആക്ട് ചെയ്യും? ഗൊണാഡ്സിൽ, ടെസ്റ്റിസ്, ഓവറി. പിന്നെ MSH എവിടെ ആക്ട് ചെയ്യും? മെലാനോസൈറ്റ് എവിടെ? സ്കിൻ. ഓക്കെ, ഇനി റൈറ്റ് ഷോർട്ട് നോട്ട്സ് ഓൺ ഫങ്ഷൻസ് ഓഫ് ദ ഫോളോയിങ് ഹോർമോൺസ്. ഞാൻ ഫങ്ഷൻസ് ജസ്റ്റ് പറയാം, ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ ആ ഹോർമോണിനെ കുറിച്ച് NCERT-യിൽ കൊടുത്തത് എഴുതി വെക്കാം. പാരാതൈറോയ്ഡ് ഹോർമോൺ എന്ത് ചെയ്യും? ബ്ലഡ് കാൽഷ്യം ലെവൽ കൂട്ടും. തൈറോയ്ഡ് ഹോർമോൺ ബേസിക് മെറ്റബോളിക് റേറ്റ്, കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ, ഫാറ്റ് മെറ്റബോളിസം സഹായിക്കും. തൈമോസിൻ ഇമ്മ്യൂണിറ്റി. ആൻഡ്രോജൻസ് സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ ആനബോളിക് ഹോർമോൺ കൂടിയാണ്. ഈസ്ട്രോജന്റെ ഫംഗ്ഷൻ അറിയാം. ഇൻസുലിനും ഗ്ലൂക്കോഗോണും ഞാൻ പറഞ്ഞുള്ളൂ, സമ്മറിയിൽ ഞാൻ പറഞ്ഞിരുന്നു. അതാണ് ഇത്. ഇനി ഗിവ് എക്സാമ്പിൾ ഓഫ് എന്താ? ഹൈപ്പർഗ്ലൈസീമിക് ഹോർമോൺ ആൻഡ് ഹൈപ്പോഗ്ലൈസീമിക്. ഹൈപ്പർഗ്ലൈസീമിക് എന്ന് പറഞ്ഞാൽ എന്താ? ഹൈപ്പർഗ്ലൈസീമിക് ഗ്ലൂക്കോസ് ലെവൽ കൂട്ടുക. അതാരാ? നമുക്കറിയാം, ഗ്ലൂക്കഗോൺ. കുറയ്ക്കുന്നതാണ് ഹൈപ്പോഗ്ലൈസീമിക്, അതാണ് നമ്മളുടെ ഇൻസുലിൻ. ഹൈപ്പർ കാൽസീമിക്, കാൽഷ്യം ലെവൽ കൂട്ടുന്ന പാരാതൈറോയ്ഡ് ഹോർമോൺ. ഗൊണാഡോട്രോപിക് ഹോർമോൺസ് എന്താ? ഈസ്ട്രോജൻ, പിന്നെ ടെസ്റ്റോസ്റ്റിറോൺ, പ്രൊജസ്ട്രോൺ. ഓക്കെ, പ്രൊജസ്റ്റേഷണൽ ഹോർമോൺ, അതാണ് നമ്മളുടെ പ്രൊജസ്റ്ററോൺ. ബ്ലഡ് പ്രഷർ ലോവറിംഗ് ഹോർമോൺ, ഏട്രിയൽ നേട്രിയൂററ്റിക് ഫാക്ടർ. ആൻഡ്രോജൻസ് ആൻഡ് ഈസ്ട്രോജൻ. FSH, LH അതെല്ലാം ടെസ്റ്റോസ്റ്റിറോൺ. സോറി, ഇതിന്റെ ആൻസർ FSH, LH ആണ്. ഓക്കെ,
ഇനി അടുത്ത് നോക്കേണ്ടത് എന്താ, ഡിസീസസ്. ഏത് ഹോർമോൺ ഡെഫിഷ്യൻസി കാരണമാണ് ഡയബറ്റിസ് മെല്ലൈറ്റസ് ഉണ്ടാവുന്നത്? നമുക്കറിയാം, ഇൻസുലിൻ, ഗോയിറ്റർ, തൈറോക്സിൻ, ക്രെറ്റിനിസം, തൈറോയിഡ്, hypothyroidism, pregnant females, hypothyroidism in pregnant females ആണെങ്കിൽ എന്താവും, അവരുടെ ചിൽഡ്രൻ എന്താ, ഗ്രോത്ത് സ്റ്റണ്ടഡ് ആയിരിക്കും. ഇനി ബ്രീഫ്ലി മെൻഷൻ ദ മെക്കാനിസം ഓഫ് ആക്ഷൻ ഓഫ് FSH. FSH എന്ത് ടൈപ്പാ? FSH എന്ത് ടൈപ്പ് ഹോർമോൺ ആലോചിക്കും, ലിപ്പിഡ് ആണോ മറ്റേതാണോ? അത് എന്താ പറയാ, ഗ്ലൈക്കോ പ്രോട്ടീൻ ആണ് FSH. അപ്പൊ അതെന്താ, പ്രോട്ടീനിന്റെ പോലെയാണ്. മെംബ്രെയിൻ ബൗണ്ട് റിസെപ്റ്റേഴ്സ് ആണ് അവർക്ക് കാണും. മെംബ്രെയിൻ ബൗണ്ട് റിസെപ്റ്റേഴ്സ് ആണെങ്കിൽ എന്താ, അവർക്ക് ഹോർമോൺ റിസെപ്റ്ററിൽ വരും, മെംബ്രെയിൻ ബൗണ്ട് റിസെപ്റ്റർ, അപ്പോൾ ഹോർമോൺ റിസെപ്റ്റർ കോംപ്ലക്സ് വരും. അത് കാരണം എന്താ, സെക്കൻഡറി മെസ്സഞ്ചേഴ്സ് റിലീസ് ആവും സെല്ലിന്റെ ഉള്ളില്. അതായത് കാൽഷ്യം അയോൺസോ സൈക്ലിക് AMP. അതാണ് ന്യൂക്ലിയസ് പോയി സ്റ്റിമുലേറ്റ് ചെയ്ത് അവിടെ ജീൻ എക്സ്പ്രഷനും ട്രാൻസ്ലേഷൻ ഓഫ് പ്രോട്ടീൻസ് ആണെന്ന് എന്താ പറയാ ആക്ഷൻ ഉണ്ടാക്കും. ഇനിയാണ് മാച്ച് ദ ഫോളോയിങ്. മാച്ച് ദ ഫോളോയിങ്ങിൽ എന്താ, T4 എന്താ, സെക്രീറ്റിൻ ആരാ, തൈറോയിഡ്. TTH പാരാതൈറോയിഡ്, GnRH ഹൈപ്പോതലാമസ്, LH പിറ്റ്യൂട്ടറി. അങ്ങനെ നമ്മളുടെ എന്താ NCERT എക്സസൈസസ് കഴിഞ്ഞു. പിന്നെന്താ, ഞാൻ എക്സ്ട്രാ പോയിന്റ്സ് കുറെ പറഞ്ഞു തന്നു. പിന്നെ ഈ ബുക്ക് NCERT ധാരാളമാണ് ഈ ചാപ്റ്ററിന്, എക്സ്ട്രാ ഒന്നും നിങ്ങൾക്ക് പഠിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ ഇതാണ് കെമിക്കൽ കോർഡിനേഷൻ ആൻഡ് ഇന്റഗ്രേഷൻ. ഞാൻ സമ്മറൈസും ചെയ്തു. ഇനി നമുക്ക് വേണം കുറച്ച് MCQs ഞാൻ പറയാം, അത് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ എന്ന് നോക്കാം. ഞാൻ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് പറയാൻ പോണേ, നിങ്ങൾ ആൻസർ ചെയ്യും. ഓക്സിറ്റോസിൻ ഹെൽപ്സ് ഇൻ ഓപ്ഷൻ A ovulation, lactation but not childbirth, childbirth but not lactation, lactation and childbirth both. എന്താ, ഓവുലേഷൻ അല്ല. പിന്നെന്താ, ഞാൻ പറഞ്ഞു ലാക്ടേഷൻ എന്താ സഹായിക്കും, അതായത് സെക്രീറ്റിംഗ്. ചൈൽഡ് ബർത്തിൽ എന്താ, ഓക്സിറ്റോസിൻ കൺട്രാക്ട് ചെയ്യും യൂട്രസ്. അപ്പൊ ചൈൽഡ് ബർത്ത് ആൻഡ് ലാക്ടേഷൻ ബോത്ത്. അതാണ് ഒരു ക്വസ്റ്റ്യൻ. വേറെ ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. ടഫ് ക്വസ്റ്റ്യൻസ് പറയാം, ഈസി ഒക്കെ നിങ്ങൾക്കൊക്കെ സുഖമായി ചെയ്യാം. In a man being pursued by a dog, which of these hormones would be released quickly? ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ലൈനിന്റെ കാര്യം പറഞ്ഞു നിങ്ങൾ പഠിപ്പിച്ച്. ആൻസർ എന്താ, ഞാൻ ഓപ്ഷൻസ് ഒന്നും തരുന്നില്ല, നിങ്ങൾക്കറിയാം, എപ്പിനെഫ്രിൻ. The breakdown of which of these compounds is not induced by norepinephrine? Glucose, lipids, protein, glycogen. ആൻസർ എന്താ, ഗ്ലൂക്കോസിന്റെ ബ്രേക്ക് ഡൗൺ ഇല്ല. കാരണം എന്താ, ഗ്ലൂക്കോസ് ആണ് നമുക്ക് ആവശ്യം. അപ്പൊ ഗ്ലൂക്കോസ് കിട്ടാൻ സാധ്യതയുള്ള പ്രൊഡക്ട്സിനെയാണ് നമ്മൾ ബ്രേക്ക് ഡൗൺ ചെയ്യുക, അതായത് ഗ്ലൈക്കോജൻ, പ്രോട്ടീൻ, ലിപ്പിഡ്. ഓക്കെ, which one of these is not a result of the release of catecholamines? Piloerection, dilated pupils, production of glycogen, increase in heart rate. And the answer, production of glycogen. കാരണം എന്താ, ഈ ഫൈറ്റ് ആൻഡ് ഫ്ലൈറ്റ് സ്റ്റേറ്റിൽ നമുക്ക് ഗ്ലൂക്കോസ് ആണ് ആവശ്യം. ഇപ്പൊ ഗ്ലൂക്കോസ് ഉണ്ടാക്കുക ഗ്ലൈക്കോജനെ ബ്രേക്ക് ഡൗൺ ചെയ്ത്. ഓക്കെ, അപ്പൊ ഇത്രയേ ഉള്ളൂ. അപ്പൊ നിങ്ങൾ ഈ ചാപ്റ്റർ നന്നായി റിവൈസ് ചെയ്യണം, കുറെ ക്വസ്റ്റ്യൻസ് ചെയ്യണം, മെഡിക്കൽ ബേസ്ഡ് ക്വസ്റ്റ്യൻസ്. ഇത് ബേസ് ആയി പഠിച്ചാലേ നിങ്ങൾക്ക് MBBS നീറ്റ് എഴുതി MBBS കിട്ടുമ്പോൾ നമുക്ക് ഹയർ സ്റ്റഡീസിനൊക്കെ ഉപയോഗപ്പെടും ഈ ബേസിക് നോളജ്. കാരണം ബേസ് ഇല്ലെങ്കിൽ നിങ്ങൾ എത്ര വലിയ ബുക്ക് പഠിച്ചിട്ടും ഒരു കാര്യമില്ല. സോ അപ്പൊ അങ്ങനെ നമുക്ക് നമ്മളുടെ ക്ലാസ് ഇന്നത്തെ എന്താ വൈൻഡ് അപ്പ് ചെയ്യാം. So that's all for today's class. Thank you.